Good morning everyone. Welcome to Adda247 Malayalam channel. അതുപോലെ welcome to Bankers Adda247 Malayalam channel. എൻ്റെ പേര് Rintu Sebastian. Welcome to our Hindu editorial analysis of 1st August 2023. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ വൊക്കാബുലറി ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ അവിടുത്തെ വേർഡ്സ് വെച്ച് നമുക്ക് സെന്റൻസ് ഫ്രെയിം ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് റെഗുലറായിട്ടൊരു സെഷനാണ്. എല്ലാ ദിവസവും രാവിലെ 8:30 മണി മുതലുള്ള സെഷനാണ്. നമുക്ക് കുറേ വേർഡ്സ് പഠിക്കാം. സിനണിംസ്, ആൻറ്റണിംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് ഒക്കെ പഠിക്കാം ഈ ആർട്ടിക്കിൾസിൽ. ഹിന്ദു എഡിറ്റോറിയൽ വരുന്ന ആർട്ടിക്കിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള വൊക്കാബുലറി പ്രാക്ടീസ് ചെയ്യാനാണ് ഉള്ള സെഷനാണ് ഇത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജനറൽ അവയർനെസ്സും ഇമ്പ്രൂവ് ചെയ്യും. ബിക്കോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മുടെ റെഗുലറായിട്ട് തന്നെ നമ്മൾ റീഡിംഗ് എബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ്, അതുപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറി എൻട്രി ചെയ്യാനുള്ള സെഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആൻഡ് നമുക്ക് കോട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോട്ടിന് ഇതാണ്: വിസ്ഡം ഇസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് സ്കൂളിംഗ് ബട്ട് ഓഫ് ലൈഫ് ലോങ് അറ്റംപ്റ്റ് ടു അക്വയർ ഇറ്റ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. വിസ്ഡം അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ജ്ഞാനം എന്ന് പറയുന്ന സംഭവം നമുക്ക് സ്കൂളിങ്ങിലൂടെ കിട്ടുന്നൊരു സംഭവമല്ല. സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ ഇൻ ദ സെൻസ് സ്കൂൾ എഡ്യൂക്കേഷൻ, ഫോർമേറ്റീവ് ഇയേഴ്സിൽ നമ്മൾ കിട്ടുന്ന സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പോയി നേടുന്ന വിദ്യാഭ്യാസത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല വിസ്ഡം എന്ന് പറയുന്നത്. അത് നമ്മുടെ ലൈഫ് ലോങ് ഒരു പ്രോസസ്സാണ്. നമുക്കത് നേടി സംഭവം തീരില്ല. ഇറ്റ് ഈസ് നെവർ എൻഡിങ് പ്രോസസ്സ്. ഇറ്റ്സ് എൻ അറ്റംപ്റ്റ്. അതെപ്പോഴും നമ്മളൊരു അറ്റംപ്റ്റ് ആണ് ടു അക്വയർ ഇറ്റ്. ഇത് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു ഇതുണ്ടല്ലോ, ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ലൈഫ് ലോങ് ആണ്, നിന്ന് പോയില്ല. ഇറ്റ് കണ്ടിന്യൂസ്. നമ്മുടെ ഹ്യൂമൻ റേസിൻ്റെ ലൈഫ് ലോങ് ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് വിസ്ഡം എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്ന് അതിനെപ്പറ്റി ആയിരിക്കട്ടെ ചിന്ത. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന 2 ആർട്ടിക്കിൾസ്. ഒന്ന്, ഇന്ത്യ ചിപ്പ് മാനുഫാക്ചർ ചെയ്യാനുള്ള വേണ്ടിയിട്ട് മറ്റുള്ള കൺട്രീസിനൊക്കെ ല്യോർ ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിപ്പ് മാനുഫാക്ചറിങ് നടത്തിയിരുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയെ പയ്യെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് ബിസിനസ്സിൽ ട്രേഡിന് പയ്യെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് കൺട്രീസിനെ ട്രേഡ് കൊളാബറേഷൻ നടത്തുവാനായിട്ട് ഒരുപാട് കൺട്രീസ്, അതിൽ എസ്പെഷ്യലി അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നു. അതിൽ ഇന്ത്യ മറ്റ് കൺട്രീസിനെ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ റിലേറ്റഡ് ആർട്ടിക്കിളാണ് ഓഫ് കോഴ്സ് നമ്മളുടെ ആർട്ടിക്കിൾ ഫോർ ദ ഡേ അതാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു ആർട്ടിക്കിളൂടെ ഉണ്ട്. ആ ആർട്ടിക്കിൾ ഇന്ന് ഉള്ളത് പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനെ പറ്റിയുള്ളതാണ്. അപ്പോൾ അതിലെ സെൻട്രൽ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഒരു അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്. അതിൽ പറഞ്ഞ തീം ഇത്രേ ഉള്ളൂ: പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ബോർഡർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തന്നെ വരാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിൽ പാകിസ്ഥാൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ടെററിസ്റ്റുകളെ എപ്പോഴും കാറ്റഗറൈസ് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഗുഡ് ടെററിസ്റ്റ് ആൻഡ് ബാഡ് ടെററിസ്റ്റ് എന്നൊരു കാറ്റഗറിയിൽ അങ്ങനെ ചെയ്യൽ നിർത്തുക എന്നൊരു രീതിയിൽ അനലിറ്റിക്കൽ ആയിട്ടൊരു ആർട്ടിക്കിൾ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആർട്ടിക്കിളിൽ. ഓക്കെ, ബട്ട് ആ ആർട്ടിക്കിൾ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ചിപ്പ് ഇഷ്യൂ. അപ്പോൾ നമുക്ക് ചിപ്പിനെ പറ്റിയും ട്രേഡിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ. ഗുഡ് മോർണിംഗ് എവറി വൺ. അപ്പോൾ നമ്മുടെ ക്വിസസ് എന്നും ഡെയിലി അറ്റൻഡ് ചെയ്യാൻ മറക്കണ്ട. Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി സബ്ജക്റ്റ് വൈസ് ക്വിസസ് ഉണ്ട്, എക്സാം വൈസ് ക്വിസസ് ഉണ്ട്, എഡിറ്റോറിയലിൻ്റെ വൊക്കാബുലറി ക്വിസസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ ക്വിസസ് ഉണ്ട്, പിന്നെ ഇടയ്ക്ക് മോക്ക് ടെസ്റ്റുകളുണ്ട്. അതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻസും ജോബ് അലേർട്സും കൃത്യമായി നിങ്ങൾ എത്തും കേട്ടോ. അപ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കാം മറക്കണ്ട. Adda247 മലയാളം ചാനലും അതുപോലെ ബാങ്കേഴ്സ് Adda247 മലയാളം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്. അപ്പം നമ്മുടെ ആദ്യത്തെ ഫ്രേസൽ വേർബ് ഇതാണ്. നമുക്ക് കുറച്ചധികം ഉണ്ട് കേട്ടോ, നെക്സ്റ്റ് പേജിലും കൂടെ ഉണ്ട്. ഡ്രോയിങ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം ഡ്രോയിങ് ചെയ്യുന്ന ഒന്ന് റഫായിട്ടൊന്ന് സ്കെച്ച് ചെയ്യുക. നമ്മൾ വരയ്ക്കുക പറയില്ലേ, ഒരു സ്കെച്ച് എടുക്കുക. റഫായിട്ടൊരു സ്കെച്ച് എടുക്കുന്നത് നമുക്ക് ഡ്രോയിങ് ചെയ്യുക എന്ന് പറയാം. അല്ലാത്തൊരു കാര്യത്തിൽ ഇഫ് യു ഡ്രോ ഇൻ സംബഡി ഇൻ ടു സംതിങ് ഓർ ഇൻ സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് ഒരാളെ ഡ്രോയിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നാണ്. ഒരാളെ ടേക്ക് പാർട്ട് ചെയ്യിപ്പിക്കുക, ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നൊരു അർത്ഥമാണ് ഡ്രോയിങ്ങിനുള്ളത്. അപ്പോൾ ഡ്രോയിങ്ങിന് 2 അർത്ഥമുണ്ട്, ഓർത്ത് വെച്ചോണം. ഒന്ന് ലിറ്ററലി നമ്മൾ അതിൻ്റെ മീനിങ് പറയില്ലേ, വരയ്ക്കുക എന്ന് പറയില്ലേ, ഒരു റഫ് സ്കെച്ച് എടുക്കുന്നതിനെ, റഫായിട്ടൊരു സ്കെച്ച് എടുക്കുന്നതിനെ നമുക്ക് ഡ്രോയിങ് ചെയ്യാന്ന് പറയാം. അതുകൂടാതെ ഡ്രോയിങ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരാളെ ഒരു സംബടി ആൾക്കാരെ നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഇൻവോൾവ് ആക്കുക അല്ലെങ്കിൽ ടേക്ക് പാർട്ട് ചെയ്യുക എന്നും ഡ്രോയിൻ എന്ന ഫ്രേസൽ വേർബിൻ്റെ അർത്ഥമുണ്ട്. ഓക്കെ, അത് ഓർത്ത് വെച്ചോളാം. ദാറ്റ് ഈസ് നമ്മുടെ ഡ്രോ ഇൻ എന്ന ഫ്രേസൽ വേർബ്. അടുത്ത വേർഡ് ശ്രദ്ധിച്ചോണേ, സെറ്റപ്പ് ചെയ്യാം.
നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് ഈ സെറ്റപ്പ് എന്ന വാക്ക് നമ്മൾ ഇങ്ങനെ SET ഹൈഫനേറ്റഡോ അല്ലെങ്കിൽ ഹൈഫൻ ഇല്ലാതെ ചുമ്മാ എഴുതിയാലും അത് നൗൺ ആയിട്ട് ഉപയോഗിക്കും. ഓർഗനൈസേഷൻ എന്ന അർത്ഥം വരുന്ന നൗൺ ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴും. ഫ്രേസൽ വെർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴും അത് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോഴും ഒരേ മീനിങ് ഒക്കെ തന്നെ, പക്ഷേ സ്ട്രക്ചർ മാറിയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ മിലിറ്ററി സെറ്റപ്പ്, ഒരു മിലിറ്ററി ഓർഗനൈസേഷൻ ആണ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ആ ഹൈഫനേറ്റഡ് ആയിട്ട് വാക്കാണെങ്കിൽ അത് വൺ വേർഡായി, അത് ഒറ്റ വാക്കായി, അത് നൗണായി എന്നുള്ള കാര്യം ഓർക്കുക. എന്നാൽ ഗ്യാപ്പ് ഇട്ട് എഴുതുമ്പോൾ അത് ഫ്രേസൽ വേർബായി. അപ്പോൾ അതിന് ഒരു വേർബിൻ്റെ യൂസേജാണ്. ഒരു വേർബ് എങ്ങനെ ഉപയോഗിക്കുന്നത് അതേ യൂസേജ്. ഇപ്പോൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക ഇല്ലെങ്കിൽ ഇറക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സെറ്റപ്പ് എന്ന വേർബ് ഉപയോഗിക്കുക, അല്ലേ? ആണല്ലോ. അപ്പോൾ അടുത്ത് നോക്കാം, സ്കെയിലപ്പ് ചെയ്യാം. എന്തെങ്കിലും ഒരു കാര്യം പ്രൊഡക്ഷൻ സ്കെയിലപ്പ് ചെയ്യാന്നൊക്കെയുള്ള യൂസ് നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുണ്ടല്ലേ. സ്കെയിലപ്പ് ചെയ്യുന്ന സ്കെയിൽ കൂട്ടുക, അതിൻ്റെ ലാർജ് സ്കെയിലോട്ട് ആക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. ലാർജ് സ്കെയിൽ, സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ പറ്റി, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ സ്കെയിൽ എന്ന വാക്കിന് അർത്ഥം എന്താണ്, ഒരു എന്താ പറയുക, ഒരു ചെറിയ കോൺസെപ്റ്റ് നിന്ന് ബ്രോഡർ കോൺസെപ്റ്റ് എന്നുള്ള അർത്ഥത്തിലോട്ടാണ്. അപ്പോൾ ഓർത്താൽ മതി, സ്കെയിലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക. അതായത് നമ്മൾ അതിൻ്റെ അമൗണ്ടോ അല്ലെങ്കിൽ ഒരു അതിൻ്റെ സൈസൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്കെയിലപ്പ് ചെയ്യുക എന്ന് പറയാം. സോ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ഒരു ഫ്രേസൽ വെർബാണ് സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. ഓർത്ത് വെച്ചോണേ. സോ സ്കെയിലപ്പ് എന്ന യൂസേജ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ്. ലെറ്റ്സ് മേക്ക് സെൻറ്റൻസസ്. നിങ്ങൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് അത് ക്ലാരിറ്റിയോടെ നിങ്ങളത് ഉള്ളിൽ അങ്ങ് പതിയും. അപ്പോൾ ഒന്ന് സെൻറ്റൻസ് ഫ്രെയിം ചെയ്തോളൂ. അടുത്ത് സ്റ്റെപ്പ് അപ്പ് ചെയ്യാം. രണ്ടർത്ഥമുണ്ട് സ്റ്റെപ്പപ്പിന്. സ്റ്റെപ്പ് അപ്പ് വിത്ത് യുവർ ഐഡിയ. മുന്നോട്ട് വരും. നിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നിനക്ക് മുന്നോട്ട് കൊടുക്കുക, അതല്ലേ? ഒരു കാര്യത്തിൽ മുന്നോട്ട് വരിക, കം ഫോർവേഡ് എന്നർത്ഥമുണ്ട്. സ്റ്റെപ്പ് അപ്പ് ടു ദി ചെയർ, സ്റ്റെപ്പ് അപ്പ് ടു ദി ത്രോൺ എന്നൊക്കെ പറയാം. ഒരു ഇതിലോട്ട് മുന്നോട്ട്, ഒരു കാര്യത്തിന്, ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരിക എന്നൊരർത്ഥം സ്റ്റെപ്പ് അപ്പിനുണ്ട്. ലിറ്ററൽ പറയില്ലേ, ലിറ്ററലി സ്റ്റെപ്പ് അപ്പ്, മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുക, ആ അർത്ഥം. ദാറ്റ് ഈസ് കം ഫോർവേഡ് എന്നർത്ഥം. അതല്ലാതെ സ്റ്റെപ്പ് അപ്പിന് സ്കെയിലപ്പിൻ്റെ അതേ അർത്ഥമാണ് ഇൻക്രീസ് ചെയ്യുക, ഇൻറ്റൻസിഫൈ ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് സ്റ്റെപ്പ് അപ്പിന്. ഇൻറ്റൻസിഫൈ, ഇൻറ്റൻസിറ്റി കൂട്ടുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ എന്ത് പറയാം, സ്റ്റെപ്പ് അപ്പ് എന്ന് പറയാം. അപ്പോൾ ഓർത്തോടെ, ഇൻറ്റൻസിഫൈ അല്ലെങ്കിൽ ഇൻക്രീസ് എന്ന അർത്ഥം കൂടെ സ്റ്റെപ്പ് അപ്പിനുണ്ട്. പഠിച്ചിട്ടുണ്ട്, പുതിയ വാക്ക്, പുതിയ ഫ്രേസൽ വെർബ് അല്ല കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഓക്കെ. ഹി ഇന്റൻഷനലി ഡ്രോൺ. ലക്ഷ്മി വെറും ഡ്രോൺ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഡ്രോയുടെ പാസൻസ് ഡ്രൂ ആണ്. DREW. ഡ്രോൺ എന്ന് പറയുമ്പോൾ അത് V3 അല്ലേ, വെറുതെ V3 എടുക്കരുത്. നമ്മൾ അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ പാസീവ് വോയിസിൻ്റെ കൂടെ കൊടുക്കുക. ഇത് പാസീവ് അല്ല, ആക്റ്റീവ് അല്ലേ. അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ടെൻസിലൂടെ കൊടുക്കണം. ഒന്നെങ്കിൽ ഹാസോ, ഹാവോ, ഹാഡോ. അപ്പോൾ ഹി ആയതുകൊണ്ട് ഹി ഹാസ് ഇന്റൻഷനലി ഡ്രോൺ ഹെർ ഇൻ ടു ദിസ് പ്രോബ്ലം എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഹി ഹാഡ് ഇന്റൻഷനലി, പാസ്റ്റ് പെർഫെക്റ്റ് കൊടുക്കാം. ഹി ഹാഡ് ഇന്റൻഷനലി ഡ്രോൺ ഹെർ ഇൻ ടു ദിസ് പ്രോബ്ലം എന്നും കൊടുക്കാം കേട്ടോ. അത് ഓർത്ത് വെച്ചോണേ. പെർഫെക്റ്റ് ടെൻസ് കൊടുക്കാം. അപ്പോൾ സെറ്റാണ്. He's always trying to draw in some activities to forget the trouble. All right, that's great. She wants to set up a beauty parlor. That's great. Parlor spelling PARLOUR അല്ലേ, ഒരു UR ഉണ്ട്. നമ്മുടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ അത്. Don't do anything to scale up my BP. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ശരി. That's great. They are planning to set up a new statute as a tribute for overwhelming love towards their idol. That's great. Shana, good morning. My grandfather bought a new iPhone but doesn't know how to set it up. That's great. He sets up the idea. Sorry, she steps up the idea. Steps up. Okay, അല്ലല്ല, അവിടെ ഐഡിയ ഇൻക്രീസ് ചെയ്തു നമ്മൾ പറയില്ലല്ലോ. മുന്നോട്ട് വന്നു, ഒരു ഐഡിയ ആയിട്ട് മുന്നോട്ട് വന്നല്ല. അപ്പം ഇങ്ങനെ പറയണേ, അമൃത ഇവിടെ എങ്ങനെ കൊടുക്കണം, ഷീ സ്റ്റെപ്സ് അപ്പ് വിത്ത് ദി ഐഡിയ. അങ്ങനെ കം ഫോർവേഡ് എന്ന് അർത്ഥം വരുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് അപ്പിനെ ട്രാൻസിറ്റീവ് വെർബായിട്ടല്ല ഉപയോഗിക്കുന്നത്. ട്രാൻസിറ്റീവ് വെർബായിട്ട് നമ്മൾ ട്രാൻസിറ്റീവായിട്ട് ഇൻട്രാൻസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാട്ടോ സ്റ്റെപ്പ് എന്ന് പറയുന്ന വെർബ്. അപ്പോൾ സ്റ്റെപ്പ് ഒരു കാര്യത്തോട് മുന്നോട്ട് വന്നു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അതിന് നമുക്ക് എന്താ പറയുക, ഹി സ്റ്റെപ്സ് അപ്പ് വിത്ത് ദി ഐഡിയ എന്ന് കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റാവും. ഓൾറൈറ്റ്, അത് കറക്റ്റാവും. ഐ തിങ്ക് ഇറ്റ്സ് റൈറ്റ് അല്ലേ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ. അതെ, ബൈ, ബോട്ട്, ബ്രിങ്, ബ്രോട്ട്, ദാറ്റ്സ് ഇറ്റ്. പ്രസന്റ് പാസ്റ്റ് അങ്ങനെ തന്നെ. When everybody moves forward, when everybody moves backward, he അവിടെ പ്രശ്നമുണ്ടല്ലോ അതിരാ എന്ന് വെച്ചാൽ നോക്കിയേ, when everybody moves backward അല്ലേ, എല്ലാവരും ബാക്ക്വേർഡ് പോകുമ്പോൾ he steps forward, step up to bear the responsibility അല്ലേ. അപ്പോൾ he subject സിംഗുലർ ആണ്. അപ്പോൾ അതിന് തന്നെ കൊടുക്കണം വെർബ് സിംഗുലർ കൊടുക്കുക, he steps up കൊടുക്കുക കേട്ടോ. വളരെ ബേസിക് ആയ ഒരു എററാണിത്. നമ്മൾ എന്നാൽ അതിനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം, അതിനെ ഫോക്കസ് ചെയ്യേണ്ട, അതിരുടെ വീക്ക് പോയിന്റ് എവിടെ വെച്ചാൽ
സബ്ജക്റ്റ് അനുസരിച്ച് സിംഗുലർ കൊടുക്കുക, സബ്ജക്റ്റ് പ്ലൂറൽ എങ്കിൽ പ്ലൂറൽ വേർബ് കൊടുക്കുക. കോൺകോഡിലാണ് പ്രശ്നം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വെൻ എവറിബഡി മൂവ്സ് ബാക്ക്വേർഡ് ഹി സ്റ്റെപ്സ് അപ്പ്, അത് കൊടുക്കുക. ഹി സ്റ്റെപ്സ് അപ്പ് ടു ബെയർ ദ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക കേട്ടോ. Okay, the heinous activity in Haryana deemed to the procession of religious partisans scaled up the anxiety of people. Heinous activity in Haryana deemed to the procession of religious partisans. Okay, that's fine. That's great sentence. I have to scale up my exam preparation. ഇതേ സെന്റൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ സ്കെയിൽ പഠിച്ച സമയത്ത്. ദാറ്റ്സ് എ ഗ്രേറ്റ് വൺ ദേവിക, ദാറ്റ്സ് ഗ്രേറ്റ് വൺ. അടുത്ത് നോക്കി, ക്യാരി ഔട്ട്. ഒരു കാര്യം ക്യാരി ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ക്യാരി ഔട്ട് ചെയ്യാന്നൊക്കെ പറയും നമ്മളല്ലേ, അല്ലെങ്കിൽ ഇൻ ദ മിഷൻ ക്യാരി ഔട്ട് ചെയ്യാന്നൊക്കെ പറയും. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ സ്പേസ് മിഷൻ ക്യാരി ഔട്ട് ചെയ്യാന്ന് പറയും. സോ ഇന്ത്യ ക്യാരിഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടാവും. സോ ക്യാരി ഔട്ടിന്റെ പാസ്റ്റൻസ് വരുമ്പോൾ ക്യാരീഡ് വരുവേ, V2 V3 ക്യാരിഡ് തന്നെയാണ്. സോ ക്യാരി ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക എന്നൊക്കെ പറയാം. ഓർത്തോണേ, ക്യാരി ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ക്യാരി ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കുക. അതൊന്ന് ഓർത്ത് വെച്ചോണം. അടുത്ത ഗ്രാപ്പിൾ വിത്ത്. ഗ്രാപ്പിൾ വിത്ത് ഒരുപാട് നമ്മൾ, ഗ്രാപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് ആണ് അല്ലെ, ഫൈറ്റ്, ഡിസ്പ്യൂട്ട്, ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. ഗ്രാപ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്രാപ്പിൾ നൗൺ ഉണ്ട്, ഗ്രാപ്പിൾ എന്ന വേർബും ഉണ്ട്. സോ ഗ്രാപ്പിൾ വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈ ടു ഡീൽ വിത്ത് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. നമ്മളൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ, വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഒരു ട്രബിളിനെ എങ്ങനെയും ഡീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. യു ട്രൈ ടു ഡീൽ വിത്ത് ഇറ്റ്, യു ട്രൈ ടു മാനേജ് ഇറ്റ്, യു ട്രൈ ടു സർവൈവ് ഇറ്റ്. അതിന് നമുക്ക് വിളിക്കാം ഗ്രാപ്പിൾ വിത്ത് എന്ന് പറയാം. ഗ്രാപ്പിൾ വിത്ത് എന്ന് പറയുമ്പോൾ ഫ്രേസൽ വേർബായി ഓർത്ത് വെച്ചോണം. എന്താ ഗ്രാപ്പിൾ എന്ന നൗൺ ഉണ്ട്, വെൻ വേർബ് ഉണ്ട്. ഗ്രാപ്പിൾ വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ ദറ്റ് മീൻസ് യു ആർ ട്രൈങ് ടു ഡീൽ വിത്ത് സംതിങ് ഡിഫിക്കൽട്ട്. അവിടെ നമ്മൾ ഒരിക്കലും ഫൈറ്റ് ചെയ്യുക, വഴക്കുണ്ടാക്കുക ഫൈറ്റ് അല്ല, അല്ലാതെ ഫൈറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഫൈറ്റ് റേഷ്യലിസം, റേസിസം അല്ല റേസിസം, ഫൈറ്റ് റേസിസം അല്ലെങ്കിൽ ഫൈറ്റ് COVID-19 എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിൽ ഫൈറ്റ് എന്ന അർത്ഥം പറ്റുന്നു കേട്ടോ. അതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് യു ഹാവ് ടു ട്രൈ ടു ഡീൽ വിത്ത് സംതിങ്, മാനേജ് ഇറ്റ്, അതിനെ ഫേസ് ചെയ്യുക, കൺഫ്രണ്ട് ചെയ്യുക എന്ന അർത്ഥത്തിൽ നമുക്ക് ഗ്രാപ്പിൾ വിത്ത് പറയാം. ഓർത്ത് വെച്ചോ. ഓക്കെ അല്ലേ? ഓൾ റൈറ്റ്, ലെറ്റ് മീ സീ. Our grappling is taking heed of many. That's great. He plans to scale up the income. Okay. There occurs a scale up. അവിടെ അതിനെ സ്കെയിൽ അപ്പ് എന്ന് പറയാം, നമുക്ക് അത് വൺ വേർഡ് ആയിട്ട് പറയാം. നമ്മൾ സ്കെയിൽ അപ്പ് വൺ വേർഡ് ആയിട്ട് പറയണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെറ്റപ്പിന് നമ്മൾ കൊടുത്ത പോലെ സ്കെയിൽ അപ്പിന് നമ്മൾ എന്നാ കൊടുക്കണം? ഇങ്ങനെ കൊടുത്തോ, ദർ ഇസ് എ സ്കെയിൽ അപ്പ് ഇൻ പ്രൊഡക്ഷൻ എന്നൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ സ്കെയിൽ അപ്പിന് ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കാതെ ഹൈഫനേറ്റഡ് ആയിട്ട് കൊടുക്കുക, സ്കെയിൽ അപ്പ് കേട്ടോ. ഹൈഫനേറ്റഡ് ആയിട്ട് കൊടുത്തു, അപ്പോൾ അത് കറക്റ്റ് ആവും. സ്കെയിൽ അപ്പ് എന്ന് പറയും. നൗൺ ഫോർമുലേഷൻ ആണ്. There's a scale up in my production of cosmetics or medicine എന്നുള്ള അങ്ങനെ ഒരു രീതിയിൽ പറയും. ഓർത്ത് വെച്ചോളേ. അപ്പം നൗൺ ആയിട്ട് കൊടുക്കുമ്പോൾ ഹൈഫൻ ഇടാൻ മറക്കരുത് കേട്ടോ. അത് പറഞ്ഞു. വിച്ച് ലാംഗ്വേജ് ഇൻ യു എന്തോ. ഹലോ യഷ്, വി ടോക്ട് അബൌട്ട് ദിസ്. ദിസ് എ റീജിയണൽ ചാനൽ. ഓക്കെ, ഓൾ റൈറ്റ്. Could you carry out a song in the forthcoming rendezvous? That's great. The manager does not grapple with problems of employees. Government scaled up the price of alcohol because of the increase of usage. That's great. The government is going to set up a new research lab for pandemic diseases. That's great. I grapple with myself to get a degree level job. That's great. I wondered how he grappled with managing those situations. Okay. I think yes, you're into the wrong channel. It's not Hindi. It's a regional channel, and you better go to the Hindi channel and you'll understand the language. Public debt of Keralites scaling up day by day. അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ പ്രവീണ. നമുക്ക് അവിടെ വേർബ് കൊടുക്കുമ്പോൾ വെറും സ്കെയിലിംഗ് അപ്പ് എന്ന് കൊടുക്കുമ്പോൾ അത് വേർബ് ആവില്ല. അതിനെന്താ കൊടുക്കണം? ബി ഫോർമുലേഷൻ ഏതെങ്കിലും കൊടുക്കണം, അപ്പോഴേ അത് കണ്ടിന്യൂസ് ടെൻസിൽ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, പബ്ലിക് ഡെറ്റ് ഓഫ് കേരളൈറ്റ്സ് is scaling up day by day. അവിടെ അല്ലേ നമ്മളൊരു കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കുമ്പോൾ ഐ എം ഗോയിങ് ടു ടൗൺ, അല്ലെങ്കിൽ ഹീ ഈസ് ഗോയിങ് ടു ടൗൺ, ഷീ ഈസ് ഗോയിങ് ടു ടൗൺ, വി വർ ഗോയിങ് ടു ടൗൺ അല്ലേ. അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളൊരു കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കും, പാസ്റ്റോ പ്രസന്റിൻ്റെയോ ഓക്സിലറി വെർബ് കൊടുക്കണം, ബി ഫോർമുലേഷൻ്റെ. മറക്കല്ലേ. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഈസോ ആമോ ആറോ അങ്ങനെ കൊടുക്കും. അപ്പോൾ പബ്ലിക് ഡെറ്റ് ആകുമ്പോൾ സിംഗുലർ അപ്പോൾ ഈസോ കൊടുക്കാൻ മറക്കല്ലോ കേട്ടോ പ്രവീണ. സോനൽ, ഗുഡ് മോർണിംഗ്. ഓൾ റൈറ്റ്, ഓക്കെ, ഗുഡ് ടു സീ യു യഷ്. It's the honors of the associate to draw in the plan of new project. That's great. I often feel like he himself is destined to I often feel like he himself
is destined. Destined spelling നോക്കി മീനെ DESTINED, destined, okay, to grapple with the social issues. That's great. He's trying to grapple with the issue. That's great. Okay, fine. That's great. അപ്പോൾ നോക്കിയേ അടുത്ത സെറ്റിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെറ്റ് ഡ്രോ ഇൻ, സെറ്റ് അപ്പ്, സ്കെയിൽ അപ്പ്, സ്റ്റെപ്പ് അപ്പ്, ക്യാരി ഔട്ട്, ഗ്രാപ്പിൾ വിത്ത്. നമുക്ക് അറിയാവുന്ന വാക്കുകളാണെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അടുത്തതിലോട്ട് പോകാം. ക്രാക്ക് ഡൗൺ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രാക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റർ ആകുക എന്ന അർത്ഥത്തിലാണ്. എസ്പെഷ്യലി ഗവൺമെൻറ് അതോറിറ്റീസോ അല്ലെങ്കിൽ പോലീസോ ഒക്കെ ഒരു നമ്മൾ ചെയ്തൊരു കാര്യത്തോട് ഭയങ്കര സ്ട്രിക്റ്റർ ആവുന്ന തന്നെയാണ്. അല്ലെങ്കിൽ ടു ടേക്ക് സ്ട്രോങ് ആക്ഷൻ ടു സ്റ്റോപ്പ് സംതിങ്, അതിനാണ് ക്രാക്ക് ഡൗൺ. എപ്പോഴും നമ്മൾ പറയുന്നത് ക്രാക്ക് ഡൗൺ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫിക്സഡ് പ്രൊപ്പോസിഷൻ കൊടുക്കാറുണ്ട്. ക്രാക്ക് ഡൗൺ ഓൺ സംബഡി ഓർ സംതിങ് എന്ന് കൊടുക്കാറുണ്ട്. ഓൺ കൊടുക്കും കേട്ടോ, ഫിക്സ്ഡ് ആയിട്ടൊരു പ്രൊപ്പോസിഷൻ കൊടുക്കുക. ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ക്രാക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാൽ ടേക്ക് സ്ട്രോങ് ആക്ഷൻ ടു സ്റ്റോപ്പ് സംതിങ് ആണ്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഒരു അല്ലെങ്കിൽ പോലീസ് ഭയങ്കര എന്താണ് റെവല്യൂഷണറീസിനോ റിവോൾട്ട് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ അല്ലെങ്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും ക്രാക്ക് ഡൗൺ ഓൺ ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻസ് എടുത്തു, അവരോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് പെരുമാറുക. അല്ലെങ്കിൽ ഒഫൻഡേഴ്സിനോട് ദ പോലീസ് ക്രാക്ഡ് ഡൗൺ ഓൺ ദ ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞ് ദേ ടുക്ക് സ്ട്രോങ് ആക്ഷൻസ് ടു സ്റ്റോപ്പ് ദം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് ആക്ഷൻ എടുക്കുന്നതിന് ക്രാക്ക് ഡൗൺ ഓൺ എന്ന് പറയാം. ഓൺ ആണെങ്കിൽ ഫിക്സഡ് പ്രൊപ്പോസിഷൻ വരും. അടുത്ത പേ ദ പ്രൈസ്. യു ഹാവ് ടു പേ ദ പ്രൈസ് എന്നൊക്കെ പറയില്ലേ, പൈസ കൊടുത്തിട്ട് പോടാ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒരർത്ഥം ഇസ് ലിറ്ററലി പേ ദ പ്രൈസ്. എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പൈസ കൊടുക്കുക എന്നൊരർത്ഥം ഒന്നുണ്ട്. അല്ലാതെ അതിന് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ഉണ്ട്. പേ ദ പ്രൈസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇസ് സഫർ ദ കോൺസിക്വൻസസ് ഓഫ് വൺസ് ആക്ഷൻ. നമ്മുടെ ആക്ഷൻ, നമ്മുടെ പ്രവൃത്തികളുടെ ഫലം നമ്മൾ പേ ചെയ്യണമെന്ന് പറയും. യു ഹാവ് ടു സഫർ ദ കോൺസിക്വൻസസ്. ഇതിന് വേറൊരു ഇഡിയം കൂടെ ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഇതുണ്ട്, ഫേസ് ദ മ്യൂസിക്. എക്സാമിന് പലതവണ വന്നിട്ടുള്ള ഒരു ഇഡിയമാണ് ഫേസ് ദ മ്യൂസിക് എന്ന് പറയുന്ന ഇഡിയം. ഈ ഇഡിയവും സെയിം മീനിങ് വരുന്ന ഒരു ഫ്രേസൽ വെർബ് ആണ്. നോട്ട് ഫ്രേസൽ വെർബ്, ഇഡിയമാണ്. പേ ദ പ്രൈസും ഫേസ് ദ മ്യൂസിക്കും സെയിം മീനിങ്. സഫർ ദ കോൺസിക്വൻസസ് ഓഫ് വൺസ് ആക്ഷൻസ് കേട്ടോ, ഓർത്ത് വെച്ചോണം. ഓക്കെ, ദോസ് ഹു ഹാവ് എനി ഐഡിയ അബൌട്ട് ദിസ് മിഷൻ പ്ലീസ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് ഹെൽപ്പ് us. ദാറ്റ്സ് ഗ്രേറ്റ്. അത് അടിപൊളി സെന്റൻസ് ആണ് ലക്ഷ്മി. ക്രാക്ക് ഡൗൺ എക്സാം, ആ ക്രാക്ക് ഡൗൺ വേറെയാണ്. നമ്മളിപ്പോൾ ഐ എം ഗോയിങ് ടു ക്രാക്ക് ഡൗൺ ദ എക്സാം, ഐ എം ഗോയിങ് ടു ക്രാക്ക് ഇറ്റ് ഡൗൺ. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനും ക്രാക്ക് ഡൗൺ അർത്ഥമുണ്ട്. പക്ഷേ ഈ അർത്ഥം ഇസ് ഡിഫറെൻറ്റ്. അത് നമ്മളൊരു ഫ്രേസൽ വെർബിന് പല മീനിങ് ഉണ്ടാവുമല്ലോ. ഒരു മിനിമം 4 ഉണ്ടാവും, ഡിഫറെൻറ്റ് മീനിങ് ഉണ്ടാവും. അപ്പോൾ ആ ക്രാക്ക് ഡൗൺ ഉണ്ട്. ഐ എം ഗോയിങ് ടു ക്രാക്ക് ഡൗൺ ദിസ് പ്രോബ്ലം എന്നൊക്കെ പറയില്ല, അതിനേക്കാളും അതിനെ കുറച്ചുകൂടി ബെറ്റർ യൂസ് വെറും ക്രാക്കാണ്. ഐ എം ഗോയിങ് ടു ക്രാക്ക് ഇറ്റ്, ഐ എം ഗോയിങ് ടു ക്രാക്ക് ദി എക്സാം. അത് ക്രാക്ക് എന്ന അർത്ഥത്തിലാണ്. സോൾവ് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു അച്ചീവ് ഇറ്റ് എന്ന അർത്ഥത്തിലാണ് ക്രാക്ക് എന്ന് പറഞ്ഞാൽ പറയാം. ക്രാക്ക് ഡൗൺ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വേറെ വരും. അതാണ് വ്യത്യാസം. അടുത്ത ഒരു പ്രോവർബാണ് കേട്ടോ. ഒരു പ്രോവർബാണ്, ഇഡിയമാണ്, പ്രോവർബുമാണ്. നോക്കിക്കോളൂ. മെനി സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ്. നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ലൈഫിലൊരു കാര്യം ചെയ്യാണ്, അത് ചെയ്ത് പൂർത്തിയാക്കുന്നവരെ നമുക്കത് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് മീൻസ് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ബാഡ് തിങ്സ് മേ ഹാപ്പൻ ബിഫോർ ദ ടാസ്ക് ഇസ് ഫിനിഷ്ഡ്. ഒരു സംഭവം കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ്, എന്തെങ്കിലും ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് എന്ത് നെഗറ്റീവ് എഫക്ട്സും സംഭവിക്കാൻ. അതിനാണ് ഒരു ഇഡിയമായിട്ട് നമ്മൾ പ്രോവർബായിട്ട് പറയുന്ന ഒരു സേയിങ് ഉണ്ട്. മെനി എ സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എന്ന് പറയാം. നമ്മൾ ആ കപ്പിൽ നിന്ന് ലിപ്പിലോട്ട് വെക്കുന്ന ആ ഒരു ടൈം ഉണ്ടോ, ആ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇപ്പോൾ റിജിൻ സാർ ഇടയ്ക്ക് പറയില്ലേ, കയ്യിൽ നിന്ന് എന്താ പറയുക, നമ്മളിപ്പോൾ ഡിഗ്രി പ്രിംസിൻ്റെ ഇടയ്ക്ക് പറയുമ്പോൾ ഞാൻ നോക്കുന്നത്, ഡിഗ്രി പ്രിംസ് വരെ നിങ്ങൾ ഇത് ചെയ്തു, ഇനി നമ്മൾ മെയിൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മൾ ആ കപ്പും ലിപ്പും തമ്മിലുള്ള ആ ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയും. കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അത് ഭയങ്കര കോഷ്യസ് ആയിട്ടിരിക്കേണ്ട ഏരിയ ആണ്, അല്ലെങ്കിൽ ആ ഒരു സമയമാണെന്ന് എപ്പോഴും പറയാറുണ്ട്. സോ ദാറ്റ് ഈസ് മെനി എ സ്ലിപ്പ് ബിറ്റ്വീൻ, സ്ലിപ്പ് ആവുക ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എന്ന് പറയുന്ന ഇഡിയമാണ് കേട്ടോ, ഓർത്ത് വെച്ചോണേ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്ത് നോക്കട്ടെ. ഹിസ് ഫാദർ ക്രാക്ക് ഡൗൺ ഓൺ ഹിസ് ഔട്ടിംഗ് വിത്ത് ഫ്രണ്ട്സ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അല്ല, അവൻ്റെ ഔട്ടിങ്ങിന് സ്ട്രിക്റ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ പറയാം, ഹിസ് ഫാദർ ക്രാക്ക് ഡൗൺ ഓൺ ഹിം ഡ്യൂ ടു ഹിസ് ഔട്ടിംഗ് വിത്ത് ഫ്രണ്ട്സ് എന്ന് കൊടുത്താൽ ഓക്കെ, അങ്ങനെ കൊടുക്കുക. അപ്പോൾ ലക്ഷ്മി അത് സെറ്റ് ആവും. റോക്കി ബൈ സ്റ്റെപ്സ് അപ്പ് ടു അറ്റൻഡ് എഡിറ്റോറിയൽ ബട്ട് റിന്റു മിസ് ഒപ്പോസസ് ടു അഡ്മിറ്റ്. എടാ നീ കൊള്ളാട്ടോ, നിന്റെ റോക്കി ബൈ ഇതുവരെ തീർന്നിട്ടില്ല അല്ലേ. ടീച്ചർ ക്രാക്ക് ഡൗൺ ഓൺ ദ സ്റ്റുഡൻസ് ഹു ട്രൈ ടു ചീറ്റ് ഇൻ എക്സാമിനേഷൻ ഹോൾ. ദാറ്റ്സ് ഗ്രേറ്റ്. ഈവൻ ദോ ഐ ക്യാരിഡ് ഔട്ട് ദ പ്രൊസീജിയർ ടു സ്റ്റെപ്പ് അപ്പ് എ ബുട്ടീക്ക്, ഐ എം ഗ്രാപ്ലിംഗ് വിത്ത് ഗവൺമെന്റ് പോളിസി ആൻഡ് പ്രൊസീജിയർ. That's great. You are accountable for paying the price whatever you purchase it. അല്ലല്ല, അവിടെ paying the price of whatever
price of whatever you purchase. അവിടെ ഓഫ് കൊടുക്കണം, അപ്പോഴാണ് സെറ്റ് ആവുക. കേട്ടോ അനുഭവ? യു ആർ അക്കൗണ്ടബിൾ ഫോർ പേയിങ് ദ പ്രൈസ് ഓഫ് whatever you purchased എന്ന് കൊടുത്താൽ മതി. അവിടെ ഇറ്റ് വേണ്ട. whatever you purchased എന്ന് കൊടുത്താൽ മതി. അവിടെ ഇറ്റ് വേണ്ട കേട്ടോ. The government has to crack down on issues related to sexual abuses towards the children. That's great. We have to crack down on the criminal activities of laborers. Otherwise, we'll pay the price. All right. We want me that I would pay the price. All right. That's great. He should pay the price for your. You should pay the price for your fault. Okay. You have to pay the price. That's great. He warned me that I would pay the price. Okay. Other set. I would pay the price. Price is they called in the personnel to crack down the ongoing dispute after slicing and dicing with the respected superiors. That's great. The government need to crack down on tribal people from making more destructions in Manipur. That's great. Government should crack down abuse against. Crack down on it. അവിടെ crack down on കൊടുക്കണേ ദേവിക. On abuse against children എന്ന് കൊടുക്കാം. He has been paying the price for what he has done to her. That's great. ഇതോ അങ്ങനെ പറയാം. The exams are approaching. The exams are approaching. You should remember that there is many a slip between. Remember that there is many a slip between the cup and the lip എന്ന് പറയാം കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരു വാർണിംഗ് കൊടുക്കുമല്ലോ, ഒരാളോട് പറയാണ് നോക്കി നീ ശ്രദ്ധിക്കണേ, എക്സാംസ് വരാൻ പോവാണ്, ദർ ഇസ് മെനി എ സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ്. അപ്പോൾ എന്ത് വേണം സംഭവിക്കും, അതുകൊണ്ട് യു ഹാവ് ടു ബി കെയർഫുൾ. അപ്പോൾ കെയർഫുൾ ആകണം കേട്ടോ, ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഇതൊന്ന് ഓർത്തിരുന്നോണം കേട്ടോ എന്നൊക്കെ വാർണിംഗ് കൊടുക്കില്ല നമ്മളൊരാളോട്. ആ അർത്ഥത്തിലാണ് മെനി എ സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എന്ന് പറയുന്നത്. മെനി എ ആണ് കേട്ടോ ഓർത്ത് വെച്ചാൽ. മെനി എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഫ്രേസ് ആണ്, സിംഗുലറായ കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്രേസ് ആണെന്ന് കാര്യം മറക്കണ്ട കേട്ടോ. ഓക്കെ, keep in mind that many a slip between the cup and lip, but you never give up until you succeed. That's great. That's it. You should pay the price of your decision. Yes. Many naysayers conspicuously come up with citation that people are paying the price of your ruling government's action owing to its myopic view about the aftermath. That's great. People pay the price for increasing petrol price. That's great. Great. Why the parents have to pay the price for their children's behavior? Why the parents alladitya avada maatam kodukane? Why do the parents have to pay the price? Why do? എന്തുകൊണ്ടാണ് പേരൻസ് പേ ചെയ്യേണ്ടി വരുന്നത്? അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഓക്സിലറി വേർബ് കൊടുക്കുക, എന്നിട്ട് സബ്ജക്റ്റ് കൊടുക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. സബ്ജക്റ്റ് ഓക്സിലറി വേർബ് അല്ല, ഓക്സിലറി വേർബ് സബ്ജക്റ്റ് അങ്ങനെ വരണം. Inversion, rule of inversion. I'm scared because many a slip between cup and lip. I'm scared because there is many a slip. അവിടെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആണെങ്കിൽ there is many a slip കൊടുക്കണം കേട്ടോ പ്രവീണ. Okay, one should pay the price of one's mistake. Yes, that's great. അപ്പോൾ ഓർക്കാം, crack down, pay the price. Pay the price ന്റെ മറ്റൊരു ഇഡിയമാണ്, സിനോണിമസ് ആയിട്ടുള്ള ഇഡിയമാണ് face the music. ഓർത്തോളാം. And many a slip between the cup and the lip. ഓർത്ത് വെച്ചോളാം കേട്ടോ. These are the phrasal verbs, idioms, one words. ഓക്കെ, ഇന്ന് വൺ വേർഡ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടേ. നമുക്ക് നേരെ നമ്മുടെ സിനോണിംസിലോട്ടും ആന്റണിംസിലോട്ടും ഒക്കെ പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയറി ഫോം ഇൻസ്ട്രക്ടറിന്റെ 7ാമത്തെ ബാച്ച് 3-ാം തീയതി തുടങ്ങുകയാണ്. ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒക്ടോബർ മാസം എക്സാം ഇല്ല, നിങ്ങൾ കലണ്ടർ കണ്ടു കാണും. നമുക്കപ്പോൾ 3 മാസം പഠിക്കാനുള്ള സമയമുണ്ട്. ഇപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. അപ്പോൾ അങ്ങനെ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് എടുത്താൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ, ഞാൻ പറഞ്ഞല്ലോ, ദർ ഇസ് മെനി സ്ലിപ്പ് ബിറ്റ്വീൻ കപ്പ് ആൻഡ് ലിപ്പ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 2200 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്താൽ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാം കേട്ടോ. ഡബിൾ വാലിറ്റി ഓഫർ ഇപ്പോൾ ഉണ്ട്. Y314 എന്ന കോഡ് നമുക്ക് അപ്ലൈ ചെയ്ത് ഡിസ്കൗണ്ട് എടുക്കാം. അതുപോലെ LSGSന്റെ ക്ലാസ്, അതുപോലെ LDCന്റെ ക്ലാസ് നമ്മൾ ലോങ് ടേം ബാച്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ ബാച്ചാണ്. നിങ്ങൾക്ക് 2200 രൂപയ്ക്കുള്ളിൽ കോഴ്സ് അവൈലബിൾ ആണ്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് തുടങ്ങുക, പിന്നെ ഗ്യാപ്പ് എടുക്കുക. അങ്ങനെ വന്നാൽ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് പ്രോബ്ലംസ് വരും. കാരണം ഒരുപാട് പേര് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, എല്ലാവരും പഠിക്കുന്നവരല്ലേ. അപ്പോൾ ആരാണോ ഏറ്റവും സ്മാർട്ടായി പ്രിപ്പയർ ചെയ്യുന്നത്, ഏറ്റവും ഡെഡിക്കേഷനോടെ വിൽ പവറോട് ചെയ്യുന്ന അവർക്കാണ് അച്ചീവ്മെൻറ്റ് കിട്ടുക. അത് എപ്പോഴും ശ്രദ്ധിച്ചോളൂ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. സോ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഉഷാറായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ്, നമ്മുടെ സിനോണിംസ് ആന്റണിംസിലോട്ട് പോകാം. സോ ഇന്നത്തെ ആദ്യത്തെ സിനോണിം പിടിച്ചോ, ഇൻസെൻറ്റീവ്. നമ്മൾ ഗവൺമെന്റിന്റെ ഇൻസെൻറ്റീവ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇൻഡ്യൂസ്മെന്റ്, മോട്ടിവേഷൻ, എൻകറേജ്മെന്റ്, സ്റ്റിമുലസ്, ഇംപെച്ചസ് എന്നൊക്കെ നമ്മൾ പറയും. അതാണ് ഇൻസെൻറ്റീവ് എന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻസെൻറ്റീവ് എന്ന വാക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസെൻറ്റീവ് എന്ന വാക്കിനെ നമുക്ക് വെർബായിട്ട് ഉപയോഗിക്കാം. ഇൻസെൻറ്റിവൈസ് എന്ന് അതിനെ വെർബായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇൻസെൻറ്റിവൈസ് ചെയ്തു എന്ന് പറയാം. ഇൻസെൻറ്റിവൈസ് ആണ് വെർബ് ഫോർമുലേഷൻ. ഇൻസെൻറ്റീവ് നൗൺ, ഇൻസെൻറ്റിവൈസ് വെർബ്. അപ്പൊ ഇൻസെൻറ്റീവിന്റെ ഓപ്പോസിറ്റ് എന്താണ്?
ഡിറ്ററൻറ്റ് അല്ലെങ്കിൽ ഡിസ്ഇൻസെൻറ്റീവ്. ഇൻസെൻറ്റീവിൻ്റെ ഓപ്പോസിറ്റ് ഡിസ്ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഡിറ്ററൻറ്റ്. നമ്മൾ എൻകറേജ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിസ്എൻകറേജ്മെൻറ്റ് അല്ലേ, സെയിം സാധനം. അപ്പോൾ ഡിസ്എൻകറേജ്മെൻറ്റ്, ഡിറ്ററൻറ്റ്, ഡിസ്ഇൻസെൻറ്റീവ് ഒക്കെ ഇൻസെൻറ്റീവ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം, ആൻറ്റണിംസ് ആയിട്ട് പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ ആൻറ്റണിംസ് കൂടെ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പ്രോസ്പെക്റ്റീവ്. പ്രോസ്പെക്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്. പ്രോസ്പെക്റ്റ് നൗൺ ആണ്. നമ്മളിവിടെ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത് പ്രോസ്പെക്റ്റ് ആണ്, ഓർത്ത് വെച്ചോണം. പ്രോസ്പെക്റ്റ് ആണ് ഇവിടുത്തെ നൗൺ വരിക. പ്രോസ്പെക്റ്റീവ് അതിൻ്റെ അഡ്ജക്റ്റീവ് ആണ്. പ്രോസ്പെക്റ്റ് നൗണ്, പ്രോസ്പെക്റ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഓർത്ത് വെച്ചോളം, പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ വരാൻ ചാൻസ് ഉള്ള, ലൈക്ലി, പോസിബിൾ ആയിട്ടുള്ള അല്ലേ, പ്രോബബിൾ, പോസിബിൾ, പൊട്ടൻഷ്യൽ, ലൈക്ലി എന്നൊക്കെ പറയുന്നത് പ്രോസ്പെക്റ്റീവ് എന്ന് പറയാം. ഹൂ ഈസ് എ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ് ഫോർ ദ ഇലക്ഷൻ? ആരായിരിക്കാം കാൻഡിഡേറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്? ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ. പോസിബിൾ എന്ന അർത്ഥത്തിൽ പ്രോസ്പെക്റ്റീവ് പറയും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പ്രീവിയസ്. വരാൻ പോകുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്, അതിൻ്റെ ആൻറ്റണിമായിട്ട് നമ്മൾ പറയുന്നത് പണ്ടുള്ളതാണ്, പ്രീവിയസ് ആണ്, പ്രസിഡന്റ് ആണ്, അൺലൈക്ലി, ചാൻസ് ഇല്ലാത്തതാണ്. സോ അൺലൈക്ലി, പ്രസിഡന്റ്, പ്രീവിയസ് എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പ്രോസ്പെക്റ്റീവിൻ്റെ ആൻറ്റണിംസ് ആണ് പ്രീവിയസ്, പ്രസിഡന്റ്, അൺലൈക്ലി എന്ന് പറയുന്ന വേർഡ്സ്. ഓർത്ത് വെച്ചോളാം കേട്ടോ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ഒന്ന് ശ്രദ്ധിച്ചോളാം. ഓക്കെ അല്ലേ? Government should crack down on propagation of drugs, especially in school premises. That's a great sentence. Okay. Argentina was there in many a slip between the cup and the lip and passed through exacerbated situations, but now the players of the supreme team conquered the entire team. Yeah, that's great. Nowadays, the police crack down on people unnecessarily. ഉണ്ട് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടല്ലേ. ഐ എം ട്രൈങ് അല്ല ഉദ്ദേശിക്കുന്നത് ഡ്രീം ക്യാച്ചർ. അപ്പോൾ അവിടെ ഒരു ഒന്നെങ്കിൽ ഐ എം എഴുതുമ്പോഴുണ്ടല്ലോ, ഐ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഒന്നെങ്കിൽ ഐ എം ഇങ്ങനെ കൊടുക്കാം കേട്ടോ, ഐ എൻ്റെ അപ്പസ്ട്രോഫി എം കൊടുക്കാം, ഓർ ഇങ്ങനെ കൊടുക്കണം. രണ്ട് രീതിയിൽ എഴുതാം. ഐ ഗ്യാപ്പ് ഇട്ടിട്ട് എം, രണ്ടിലേതിലൊന്നും കൊടുക്കാം. എന്നിട്ട് ഐ എൻ ജി, ട്രൈങ് ടു ക്രാക്ക് ഡൗൺ ഓൺ മൈ ലേസിനെസ് എന്ന് കൊടുക്കുക. ക്രാക്ക് ഡൗൺ ഓൺ മൈ ലേസിനെസ് എന്ന് കൊടുക്കുക കേട്ടോ. ഓപ്പോസിഷൻ പാർട്ടി നെയ്മഡ് ഇന്ത്യ ട്രൈസ് ടു ക്രാക്ക് ഡൗൺ on violence in Manipur. Get shiny on, crack down on. An outfit should be drawn to scale up good matters of society. Scaled up and draw, scaled up allada ingane kodukkanam. An outfit should be drawn in to scale up good matters of society ennu koduthal set out. Ketta Gurudase, those who crack the mains exam of CPO should be very careful while preparing for physical tasks because there may be, അവിടെ ബി കൊടുക്കണേ, അത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ആദ്യ ദർ മേ ബി മെനി എ സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ്. കാര്യം അവിടെ ബി എന്ന് കൊടുത്ത ആ മെയിൻ വെർബ് അവിടെ കൊടുത്തില്ലെങ്കിൽ മീനിങ് ഇല്ല, സെന്റൻസിന് മീനിങ് ഇല്ല. വെർബ് ഇല്ലാത്തൊരു സെന്റൻസ് ഇസ് ഡെഡ്, ദാറ്റ് ഇസ് നോ ലോങ്ങർ എ സെന്റൻസ് എന്ന് പറയാം. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കണേ, ദോസ് ഹു ക്രാക്ക് ദ മെയിൻസ് എക്സാം ഓഫ് CPO ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ പ്രിപ്പയറിംഗ് ഫോർ ഫിസിക്കൽ ടാസ്ക് ബിക്കോസ് ദർ മേ ബി മെനി അ സ്ലിപ്പ്. പിന്നെ മേ എന്ന് പറയുന്ന ഒരു മോഡൽ ഓക്സിലറി വെർബാ. എല്ലാ മോഡൽ ഓക്സിലറി വെർബിന് ശേഷവും നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് V1 കൊടുക്കുക. ഏതൊരു മോഡൽ ഓക്സിലറി വെർബ് നിങ്ങൾ കൊടുത്താലും ഒന്ന് ശ്രദ്ധിച്ചോണേ, നമ്മൾ ഏതൊരു മോഡൽ ഓക്സിലറി വെർബ് കൊടുത്താലും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം മോഡലാണ്, അതിനുശേഷം V1 വരണം. നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കേ, പ്രൊആക്റ്റ്. നമ്മൾ പ്രൊആക്റ്റീവ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൈനാമിക് ആയിട്ട്, എനർജറ്റിക് ആയിട്ടിരിക്കുക, എൻ്റർപ്രൈസിങ് ആയിട്ടിരിക്കുക, മുന്നിൽ വരുന്ന കാര്യത്തോട് കുറച്ചുകൂടെ ദീർഘവീക്ഷണത്തോടെ കാണുക. അതിനെയാണ് നമ്മൾ ഭയങ്കര ചുറുചുറുക്കോടെ ഇരിക്കണം. എപ്പോൾ എന്ത് വന്നാലും ആക്റ്റീവ് ആയിരിക്കുന്നതിന് കുറച്ചുകൂടി ഒരുപടി മുമ്പ് നിൽക്കുക. അതിനാണ് പ്രൊആക്റ്റീവ് എന്ന് പറയാം. അഡ്ജക്റ്റീവ് പ്രൊആക്റ്റീവ് ആയിട്ടിരിക്കുക പറഞ്ഞാൽ എൻ്റർപ്രൈസിങ് ആയിട്ടിരിക്കുക, ഡൈനാമിക് ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക എന്നൊക്കെയാണ് പ്രൊആക്റ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. ആക്റ്റീവിൻ്റെ ഒരു പടി മുന്നേ എപ്പോൾ വേണമെങ്കിലും എന്താണ് കാര്യം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം, അങ്ങനെ. അപ്പോൾ ആന്റണിം പറയുമ്പോൾ ഷോർട്ട് സൈറ്റഡ്. ഒരു കാര്യത്തിൽ നമ്മൾ ഷോർട്ട് സൈറ്റഡ് ആയി വരാൻ പോകുന്ന കാര്യത്തെ പറ്റി ഒരു ബോധവും ഇല്ലാതിരിക്കുന്നവരാണ് ഷോർട്ട് സൈറ്റഡ് ആയിരിക്കുക. മയോപ്പിക്, നേരത്തെ വിനു പറഞ്ഞില്ലേ മയോപ്പിക് ഐഡിയ പറഞ്ഞില്ലേ, മയോപ്പിക് വിഷൻ. നമ്മുടെ മയോപ്പിക് വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്ട് സൈറ്റ് ആണ്, നമുക്ക് ദൂരെയുള്ള കാണാൻ പറ്റില്ല, താഴെ വരാൻ പോകുന്ന ദീർഘവീക്ഷണമില്ല, നമുക്ക് അടുത്ത് വരുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിച്ച് ലോങ് ടേം ആയിട്ടൊരു കാര്യത്തെ ചിന്തിക്കാത്തതിനെയാണ് നമ്മൾ പറയുക ഷോർട്ട് സൈറ്റഡ് അല്ലെങ്കിൽ മയപ്പിക് എന്ന് പറയാം. സെയിം സാധനമാണ് ഇംപ്രൊവിഡൻ്റ് എന്ന് പറയാം. ഇംപ്രൊവിഡൻ്റ്, പ്രൊവിഡൻ്റ് കുറച്ച് ദീർഘവീക്ഷണമുള്ളവരാണ്, വീക്ഷണമുള്ള രീതിയാണ്. ഇംപ്രൊവിഡൻ്റ് അതിൻ്റെ ഓപ്പോസിറ്റ്. പോസിബിളിൻ്റെ നെഗറ്റീവ് ഇമ്പോസിബിൾ പോലെ പ്രൊവിഡൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഇംപ്രൊവിഡൻ്റ്. ഓർത്ത് വെച്ചിട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പോലീസ് ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ദർ സക്സസ്ഫുൾ ക്രാക്ക് ഡൗൺ ഓൺ crime. That's great. Crackdown one word ഉണ്ട്. Yes, that's great, Adarsh. Crackdown ഗ്യാപ്പ് ഇല്ലാതിരുന്നാൽ അത് one word ആയി. His patience incentive helped him to achieve his dream. That's great. Same incentive.
നമ്മൾ കിട്ടുന്ന ഇൻസെൻറ്റീവ്, നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ബോണസിനെ നമ്മൾ വിളിക്കുന്ന പേര് അല്ല, അതൊരു മോട്ടിവേഷൻ ആണല്ലോ. നമുക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് എപ്പോഴും ഒരു മോട്ടിവേഷൻ ആണല്ലോ. സെയിം ഇൻസെൻറ്റീവ്, ഒരു മാറ്റമില്ല. യു ഗ്ലാരിംഗ്ലി ഡിസേർവ് ആൻ encomium for including antonyms as a stipulation from the aspirants. Thank you so much, Vinu. I'm so glad to hear that. Ninte vaayil nekkum enikku bhayangara sandosham. I'm so glad. He's losing the incentive to accomplish his dream day by day. That's great. There occurs many a slip between the cup and the lip before every achievements. Every achievements alla adira every achievement. Every inde kude each inde kude either neither inde kude singular noun e kodukavalle nirbandhamayitte shraddhikkane. Yeah, verb is the heart of the sentence. After many days you seem to be partially proactive. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും ഓക്കെ, proactive is not hyperactive. Proactive hyperactive അല്ല. Hyperactive is a negative word. Proactive എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നതിനെ പറ്റി നമ്മൾ കുറച്ചുകൂടെ മുൻകൂട്ടി കാണുന്നതിനെയാണ് proactive എന്ന് പറയാം. കുറച്ചുകൂടെ ഒരു എനർജറ്റിക് ആയിട്ട്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് hyperactive. Hyperactive ഒരു നെഗറ്റീവ് ടേമിൽ പറയല്ലേ. അതൊരു ഇതാണ്, ഡിഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ഔട്ട്ലേ. എന്താണ് ഔട്ട്ലേ എന്ന വാക്കിൻ്റെ അർത്ഥം? ഔട്ട്ലേ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത് മാത്രമാണ് എന്ന് വിചാരിക്കുന്നത്. ഔട്ട്ലേ വേർബും ഉണ്ട്. നമ്മൾ ഔട്ട്ലേ ഇന്നാലും ഞാൻ ലേ ഔട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഔട്ട്ലേ എന്നൊരു വാക്കൂടെ ഉണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. ലേ ഔട്ട് എന്ന് പറയുന്നത് നൗൺ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രേസൽ വേർബും ഉണ്ട്. പക്ഷെ ഔട്ട്ലേ ഇറ്റ്സ് നൗൺ ആൻഡ് വേർബാണ്. അത് വേറെ യൂസ്ഡാണ്. ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനാൻസ് കോമേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ അല്ലെ. നമ്മൾ ചിലവാക്കുന്ന എമൗണ്ടിന്, ആ എക്സ്പെൻഡിച്ചറിന്, എക്സ്പെൻസിന്, കോസ്റ്റിന് നമ്മൾ പറയുന്ന പ്രൈസ് ആൻഡ് കോസ്റ്റിന് പറയുന്ന പേരാണ് ഔട്ട്ലേ. അപ്പോൾ അത് പൈസ മുടക്കുക, അതിനെ ഔട്ട്ലേ ചെയ്യുക എന്ന് പറയും. കമ്പനി ഔട്ട്ലേഡ് ഇത്ര രൂപ എന്ന് പറയുമ്പോൾ കമ്പനി എക്സ്പെൻഡഡ്, പൈസ ഇത്ര മുടക്കി എന്നർത്ഥത്തിൽ ഔട്ട്ലേ എന്ന വെർബും പറയാം. അപ്പം നൗണായിട്ടും വെർബായിട്ടും ഒരേ മീനിങ് വരുന്ന വാക്കാണ് ഔട്ട്ലേ. എക്സ്പെൻഡിച്ചർ, എക്സ്പെൻസ്, അതുപോലെ തന്നെ കോസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ എക്സ്പെൻഡ് ചെയ്യുക, പൈസ മുടക്കുക എന്നർത്ഥം ഔട്ട്ലേ എന്ന വെർബിനുണ്ട് കേട്ടോ. അപ്പോൾ ആന്റണിമായിട്ട് തന്നെ പറഞ്ഞു, ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നതാണ് സേവിങ്സ്. നമ്മൾ പൈസ മുടക്കുന്ന എക്സ്പെൻഡിച്ചറിന് എൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ സേവിങ്സ്. നമ്മുടെ ആ ഒരു വരുമാനം സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആന്റണിം ഒബ്വിയസ്ലി എന്ത് വരും? സേവ് ചെയ്യുക, മേക്ക് ചെയ്യുക അല്ലെ, നേടുക, ഒരു കാര്യം നമ്മൾ മേക്ക് ചെയ്തെടുക്കുകയാണ്. ആൻഡ് അക്വയർ ചെയ്യുക കേട്ടോ, അക്വയർ ചെയ്യുക. അതിനെയാണ് നമ്മൾ ഔട്ട്ലേയുടെ ആന്റണിംസ് ആയിട്ട് പറയുന്നത്, ഓപ്പോസിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഓർത്ത് വെച്ചോളൂ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? കുത്തിയൊന്നും അല്ല പറഞ്ഞു, ഞാൻ നല്ല സന്തോഷത്തോടെ ഒരു സ്നേഹത്തോടെ ഒരു കാര്യം പറയുമ്പോൾ നീ എന്തത് പോസിറ്റീവായിട്ട് എടുക്കാത്ത വിനും? എൻ്റെ പൊന്നെ, അത് കൊള്ളാം. Are you ready to keep proactive mind in any situations? That's great, Anupama. Modi ji vociferously cites that he is a prospect of BJP in the forthcoming election. Yes, he is. Everyone noticed the proactive activities throughout the program. That's good. Ma'am always incentivizes to read the newspaper. Yes, I do. അവിടെ ഒരു പ്രശ്നമുണ്ട്. Rintu ma'am always incentivizes. ആദ്യത്തെ Rintu ma'am സിംഗുലർ അല്ലേ, അപ്പോൾ വേർബ് സിംഗുലർ കൊടുത്തേ. ഇൻസെൻറ്റിവൈസസ്, ES കൊടുക്കണം. ഇൻസെൻറ്റിവൈസ് E ഉള്ളൂ, S കൊടുത്താൽ മതി. He always waits for an incentive for doing something for family. That's great. We should be proactive, which is prospectively to fulfill our which is prospectively which is prospective to fulfill our goals എന്ന് കൊടുക്കുക. കാരണം which is ആണ് സ്റ്റേറ്റീവ് വെർബ് കൊടുത്തേക്കുന്നത്. സ്റ്റേറ്റീവ് വെർബിന് ശേഷം നമ്മൾ അഡ്വേർബ് കൊടുക്കില്ല, അഡ്ജക്റ്റീവ് ആണ് കൊടുക്കുക. which is prospective to fulfill our goals എന്ന് കൊടുത്താൽ സെറ്റ് കേട്ടോ ഗുരുദാസേ. Government must be proactive to identify the problems. That's great. Incentive is necessary at every point of life to attain success in life. That's great. Nowadays, most of the girls do anything proactively. She always outlays more money for shopping. Oh, chagrin. Okay. The department outlaid too many funds on the development of vulnerable society. That's great. അടുത്ത നഡ്ജ് കേട്ട് പരിചയമുണ്ടല്ലോ, നഡ്ജ് എന്ന വാക്ക് അല്ലേ. എനിക്കൊരു നഡ്ജിൻ്റെ കുറവുണ്ട് എന്നൊക്കെ പറയും. നിനക്കൊരു നഡ്ജ് കിട്ടാത്തതിൻ്റെ എന്ന് പറയും. അതായത് നമുക്കൊരു പുഷ്, നമുക്കൊരു എൻകറേജ്മെൻറ്റ് കിട്ടാത്തതിൻ്റെ എന്ന് പറയും. ഒരു ടച്ച് അല്ലെങ്കിൽ ഒരു പുഷ് എന്ന് പറയും, നഡ്ജ് പറയും. വേർബ് നഡ്ജ് ചെയ്യുക, ഒരാളെ നമ്മൾ നഡ്ജ് ചെയ്യുക പറഞ്ഞാൽ ഒരാളെ ഒന്ന് പോക്കിയ, ഒന്ന് ഉന്നിത്തള്ളി വിടണം. അവർ പരിപാടി ചെയ്യാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ മടിയായിട്ടിരിക്കുന്ന ആൾക്കാർ നമ്മളൊരു നഡ്ജ് ചെയ്ത് വിട്ടാൽ അവർ ഓക്കെയാവും. ഒരു ചെറിയൊരു ഉന്ത് കൊടുത്താൽ, ഒരു ചെറിയൊരു വിരലുകൊണ്ടൊരു പോക്കിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേ വിൽ ബി ഓക്കെ. ആ കാര്യം ചെയ്യാൻ താല്പര്യം. അതായത് ചിലർ അങ്ങനെയാണ്, ദേ ആർ ലിറ്ററലി ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നത്, ലതാജിക് ആയിട്ടിരിക്കും. അപ്പോൾ അവരെ നമ്മളൊന്ന് ഉഷാറാക്കി ഉന്തിത്തള്ളി വിടണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. സോ ദാറ്റ് ഈസ് പോക്കിയ അല്ലെങ്കിൽ ഏർജ് ചെയ്യുക. നമ്മളൊരാളെ പെർസ്വേഡ് ചെയ്യാണ്, ഇത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാം, ഒരാളെ നമ്മൾ എൻകറേജ് ചെയ്യില്ലേ, അതിനെ ഏർജ് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്ന് പറയുന്നതിനാണ് നഡ്ജ് ചെയ്യുക എന്ന് പറയാം. ആന്റണിമായിട്ട് പറയുന്നത് ഡിസ്കറേജ് ചെയ്യുക, ഡിസ്വേഡ് ചെയ്യുക, ഡിറ്റർ ചെയ്യുക. നമ്മളൊരാളെ ഡിസ്കറേജ് ചെയ്യുന്നതിന്, ഡിറ്റർ ചെയ്യുന്നതിന്, ഡിസ്വേഡ് ചെയ്യുന്നതിന് നമ്മൾ നഡ്ജ് ചെയ്യുക എന്ന് പറയും. ഓപ്പോസിറ്റ് ആണ്. ഓർത്ത് വെച്ചണം, നമ്മളൊരാളെ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുക, പെർസ്വേഡ് ചെയ്യുക, ഏർജ് ചെയ്യുന്നതിനല്ലേ നമ്മൾ നഡ്ജ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ആന്റണി ഉറപ്പായിട്ടും ഡിസ്വേഡ്, ഡിറ്റർ, ഡിസ്കറേജ് എന്ന് വരും. അത് നോട്ട് ചെയ്ത് വെച്ചോളാം. അടുത്ത് പീക്ക്.
P-I-Q-U-E, pig. Noun ഉണ്ട്, verb ഉണ്ട്. I don't like this pig. Oh God, I don't like this annoyance. I don't like this irritation എന്ന് പറയും. അപ്പോൾ പീക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെയിം സാധനം. ഒരാളെ നമ്മൾ പ്രൊവോക്ക് ചെയ്യുക, ഒരാളെ നമ്മൾ ബോദർ ചെയ്യുക, ഒരാളെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുക, അതിനാണ് പീക്ക് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും? നമുക്ക് പീക്ക് ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും? സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിലൈറ്റ്. ഭയങ്കര ഡിലൈറ്റ് ആയിട്ട്, ഭയങ്കര പ്ലഷർ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ. അത് നമ്മൾ ആൻറ്റണിമായിട്ട് പറയാം പീക്കിൻ്റെ. അപ്പം അതിൻ്റെ വേർബിൻ്റെ ആൻറ്റണിം എന്ത് വരും? അപ്പീസ് ചെയ്യുക, സമാധാനത്തോടെ ഇരിക്കുക, പ്ലക്കേറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ അപ്പീസ് ചെയ്യുക, പ്ലക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. ഓർത്ത് വെച്ചോണേ, പീഗ് എന്ന വാക്കിൻ്റെ ആൻറ്റണിംസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. എവിടെ വരെ എത്തിയായിരുന്നു? വൾണറബിൾ സൊസൈറ്റി വരെ നമ്മൾ എത്തിയായിരുന്നു അല്ലേ? The company's outlay is high in this month. That's great sentence. After seeing the outlay of hotel bill, he prefers to go Dutch. That's great. I love to nudge on chubby cheeks. That's great. Some children need incentives for their studies. Yes, അവർക്ക് വേണം ഒരു ചെറിയ എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ആവശ്യമുണ്ട്. Before starting any program, the organizers have to make an outlay chart. That's great. Proactive attitude is necessary to keep us motivated. Yes, that is very much necessary. Strong people don't need nudges for actions. അത് സത്യം. Sometimes we all need a nudge to move on. That's great, means correct ആണ്. ഒരു സജഷൻ പറഞ്ഞോട്ടെ, ആന്റണിംസ് എഴുതുന്നതിൻ്റെ കളർ ചേഞ്ച് ചെയ്യോ? കളർ ചേഞ്ച് ചെയ്യണം അല്ലേ? ഞാൻ കളർ ചേഞ്ച് ശ്രമിച്ചു കേട്ടോ. കളർ ചേഞ്ച് ശ്രമിച്ച് നോക്കിയപ്പം എനിക്കൊരു ഡൗട്ട്, അത് ചിലപ്പം സെറ്റ് ആവുമോ എന്നൊരു ഡൗട്ട്. കാര്യം അതുകൊണ്ടാണ് ഞാനത് കളർ ചേഞ്ച് ചെയ്യാതിരുന്നത്. ഞാൻ നോക്കിയിരുന്നു, ഓഫ് കോഴ്സ് ഐ ട്രൈഡ്, ബട്ട് അപ്പോൾ എന്ത് പ്രശ്നം വെച്ചാൽ ഞാൻ ചെയ്യാം ഷൈനി, ഞാൻ അടുത്ത ദിവസം മുതൽ അത് സെറ്റ് ആക്കി തരാം. അപ്പോൾ എനിക്കൊരു പ്രശ്നം വന്നു വെച്ചാൽ ആന്റണിംസ് എഴുതിയ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലോട്ട് വരുമോ? ഈ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്തതുകൊണ്ടാണ്. നോക്കട്ടെ, ലെറ്റ് മീ സീ. ഈ കളർ സൂട്ടബിൾ ആണോ, കണ്ണിന് ഓക്കെ ആണോ എന്ന് നോക്കി അതനുസരിച്ച് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഈ ബ്ലൂ ഓക്കെ ആണോ? അത് ബ്ലാക്ക് ആക്കണം. ബ്ലാക്ക് ആയിരിക്കില്ല ബെറ്റർ യൂസേജ്. ബ്ലാക്ക് ആക്കിയാൽ ആർക്കും പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ്സ് പുട്ട് ബ്ലാക്ക്. ഓരോരുത്തരുടെ റെസൊല്യൂഷൻ കണ്ണിൻ്റെ ഒക്കെ ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പോൾ സേവിങ്സ് ഓക്കെ ആണെന്ന് ഐ തിങ്ക് ബെറ്റർ ആയിരിക്കുമല്ലോ ഇത്. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തലോട്ട് പോകാം. സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ചുകൂടെ സെറ്റ് അല്ലേ? കുറച്ചുകൂടെ സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞോളൂ കേട്ടോ. മൂവിങ് ഓൺ. അടുത്തത് സ്പർ. സ്പർ എന്ന വാക്കിനർത്ഥം സ്റ്റിമുലസ് ഇംപെച്ചസ് എന്നൊക്കെ പറയാം. സ്പർ എന്ന വാക്കിനർത്ഥം സ്റ്റിമുലസ് ഇംപെച്ചസ് എന്നൊക്കെ പറയാം നൗണായിട്ട്. വെർബായിട്ട് പറയുമ്പോൾ ദേ മീനിങ് ഏർജ് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്താ? നേരത്തെ കണ്ട അതേ സാധനമാണ്. ഡിസിൻസെൻറ്റീവ്, ഡിസ്കറേജ്മെൻറ്റ്, അത് ഡിസ്വേഷൻ എന്നൊക്കെ പറയാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആൻറ്റണിംസ് ആയിട്ട് വരും. സ്പർ നൗണും ഉണ്ട്, വേർബും ഉണ്ട്. ഓർത്തപ്പോൾ നൗണായിട്ടും വേർബായിട്ട് നമ്മൾ ഡിസ്വൈഡ് ചെയ്യാന്നൊക്കെ വേർബായിട്ട് മീനിങ് വരും. അത് നോട്ട് ചെയ്ത് വെച്ചോളാം. ദാറ്റ് ഈസ് സ്പർ എന്ന വാക്ക്. നൗണുണ്ട്, വെർബും ഉണ്ട്. സ്പർ ചെയ്യുക ആൻഡ് സ്പർ. ഇറ്റ് വാസ് എ സ്പർ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയില്ലേ, എൻ്റെ ലൈഫിൽ ഒരു മോട്ടിവേഷൻ ആയിരുന്നു ഇത് എന്നൊക്കെ പറയും. ആ സ്പർ, അതാണ് സ്പർ എന്ന നൗൺ. അപ്പോൾ വേർബായിട്ടും സെയിം സാധനത്തിന് ഉപയോഗിക്കാം. അടുത്ത റാഷണൽ. റാഷണൽ, ഈ റാഷണൽ ഇസ് നോട്ട് ആൻ അഡ്ജക്റ്റീവ്. ഇത് നൗൺ വാക്കാണ് റാഷണൽ. ഈ ഒരു ഈയും കൂടെ വരും. റാഷണൽ എന്ന ഈ ഇല്ലാതെ വരുന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്. റീസണബിൾ, ലോജിക്കൽ എന്നൊക്കെ പറയുന്ന അഡ്ജക്റ്റീവ്, ലോജിക്കൽ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റാഷണലിൽ ഒരു ഇ ഉണ്ട്, എക്സ്ട്രാ വാക്കാണ്, ഐ മീൻ നൗൺ ആണ്. ഈ എക്സ്ട്രാ വരുന്നുണ്ട് റാഷണൽ എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് പോലെ തന്നെ പ്രൊനൗൺസിയേഷനും രണ്ടുപേരുടെയും സെയിം ആണ്. പക്ഷെ ഒന്ന് അഡ്ജക്റ്റീവ് ഒന്ന് നൗണും ആണെന്നുള്ള വ്യത്യാസമാണ് അവർക്കുള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. റാഷണൽ എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്കാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വാക്കിലോട്ട് പോകാലോ. അപ്പോൾ റാഷണൽ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ, റാഷണൽ എന്ന വാക്ക് ലോജിക്, റീസൺ, പ്രിൻസിപ്പിൾ, മോട്ടീവ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇഗ്നറൻസ്. അതിൻ്റെ ലോജിക് ഇല്ലായ്മ. ലോജിക് ഇല്ലാത്ത അവസ്ഥ ഇഗ്നറൻസ് ആണ്, അറിവില്ലായ്മ. ഇൻഎപ്റ്റിറ്റ്യൂഡ്, അബ്സേർഡിറ്റി. അതാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? നമ്മുടെ റാഷണൽ എന്ന വാക്കിൻ്റെ ആൻറ്റണിമായിട്ട് പറയാൻ പറ്റുക. ഓർത്ത് വെച്ചോണേ. ഓക്കെ, ഓർത്ത് വെച്ചോണം. ഇഗ്നറൻസ്, ഇനപ്റ്റിറ്റ്യൂഡ്, അബ്സർഡിറ്റി ഒക്കെ പറയാം. അടുത്ത ഫിയേഴ്സ് ആണ്. ഫിയേഴ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം ഫെറോഷ്യസ്, അല്ലെങ്കിൽ നമ്മൾ പറയാം സാവേജ്, അല്ലെങ്കിൽ വൈൽഡ്, ക്രൂവൽ എന്നൊക്കെ പറയാം. ഫിയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം സാവേജ്, വൈൽഡ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് എന്താ? വളരെ ജെന്റിൽ ആയിട്ടുള്ള, ടെയിം ആയിട്ടുള്ള, മൈൽഡ് ആയിട്ടുള്ള എന്ന് പറയും. ദാറ്റ് ഈസ്
ഓപ്പോസിറ്റ് ഓഫ് ഫിയേഴ്സ്. ഫിയേഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആണ് ജെൻറ്റിൽ. അഡ്ജക്റ്റീവ് ആണേ മറക്കല്. അപ്പോൾ ഫെറോഷ്യസ് എന്നൊക്കെ പറയുന്നതാണ് നമുക്കതിൻ്റെ ഇത് പറയാം സിനോണിംസ്. ആൻ്റണിം ആകുമ്പോൾ ജെൻറ്റിൽ, മൈൽഡ്, ടെയിം എന്നൊക്കെ പറയാം. ഓക്കെ ആണേ, സെറ്റ് ഐ ഗസ്. അപ്പോൾ എവിടം വരെ എത്തി നമ്മൾ? സിംഗേഴ്സ് ഇൻ മൈ ക്ലാസ് നീഡ് എ നച്ച് ടു സിംഗ് എ സോങ്. പണ്ട് മുതലേ അത് ഞങ്ങൾക്ക് കേട്ടിട്ടുള്ളതാണ്. Undue nudge from the blind partisans will adversely affect the distance of spearhead as well as mantail. Yes, it's quite common method to nudge ceiling fans to turn it on. Yes, his words are nudging her to attempt it. That's great. Can please calculate the prospective outlay? Can you Lakshmi avada subject ode can you please calculate the prospective outlay for Onam celebration? Question mark ida margalle. The famous singer in the class always needs a nudge for singing. Adivoli. This prospect require alle ഞാൻ പാടാ പക്ഷെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അല്ലേ, എന്നോട് നിർബന്ധിക്കണം എന്ന് പറയുന്നത് പോലെ. This project require more outlay. ആദർശേ this project require അല്ല, this project requires അല്ലെങ്കിൽ required past tense കൊടുത്താൽ ഓക്കെയാണ്. Peeking siblings is fun. ആണോ എന്ന് എനിക്കറിയാവേ. Referee sanctioned the players with a red card after persistently giving unwanted peek to the opponent player. ഒരുപാട് പീക്ക് ചെയ്ത് കഴിയുമ്പോൾ അവസാനം അവർ എന്നോട് പറയാറുണ്ട് നിർത്തിയിട്ട് പൊക്കോ നീ എന്ന്. അതുകൊണ്ട് ഞാൻ നിർത്താൻ ഇപ്പം ഈ പരിപാടി എനിക്ക് നിർത്താറില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഗിവ് പീക്സ് ടു മൈ ഹസ്ബൻഡ്. ദാറ്റ്സ് ഗ്രേറ്റ്. അടിപൊളി. കമ്പനീസ് അൺഎബിൾ ടു പേ ദ ഔട്ട്ലേ ഇൻ ദ മന്ത് ദാറ്റ് റിഫ്ലക്റ്റഡ് ഇൻ സാലറി ഓഫ് എംപ്ലോയീസ്. ദാറ്റ്സ് ഗ്രേറ്റ്. ബുദ്ധിമുട്ടുണ്ടോ? ആണോ? ഗ്രീൻ ആയപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ വിചാരിച്ചൊരു കളർ വ്യത്യാസത്തിന് വേണ്ടി കൊണ്ടുവന്നു കേട്ടോ. കാര്യം ഒരേപോലെ വൈറ്റ് തന്നെ ആയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മോണോട്ടണസ് ഫീലിംഗ്. എനിക്കാണെങ്കിൽ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ട് ഞാൻ മാറ്റിയതാണ്. ഓക്കെ, ക്ലിയർ. സ്കെയിലിംഗ് അപ്പ് ഓഫ് ദ ഔട്ട്ലേ പീക്ഡ് ഹിസ് ബിഹേവിയർ കേട്ടോ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളറാക്കാം. ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അത് ഞാൻ ചെയ്തു തരാം കേട്ടോ. ഹി ക്യാൻ വർക്ക് ഹാർഡ് ബട്ട് ഹി നീഡ് എ നച്ച്. ദാറ്റ്സ് ഗ്രേറ്റ്. സ്കിൻ പീക്ക് ഈസ് സം കോമൺ പ്രോബ്ലം for those who have sensitive skin. Sometimes peek someone and get back a nudge is my hobby. Okay. Peek someone alla, sometimes peeking someone. Aditya avada kodukane. Sometimes Aditya alla dream catcher, sorry. Aditya alla to. Sometimes peeking someone, sometimes otta vaakanu gap idalle. Peeking someone and getting back a nudge is my hobby. Alle chennu medichu kondu varu alle. That's great. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കാവേ. ഇൻസൾട്ട് ഇസ് എ സ്പർ ഫോർ എവരി വൺ. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഇറ്റ്. പീക്ക് ക്രിയേറ്റഡ് ബൈ ഹിം കാൺ ബി ടോളറേറ്റഡ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഔട്ട്ലേ ഷുഡ് ബി ലെസ് ദാൻ ദ ഇൻകം ഓഫ് ദ poised financial management. Okay, fierce lion killed a gentle bull. Okay, a nudge is required for me to get out of my laziness. That's great. Scaling up of your rational thinking ability help you alla helps you. Dream catcher scaling ആണ് the subject. ജെറുണ്ട് സ്കെയിലിംഗ് അപ്പ് അല്ലേ. അപ്പോൾ നോക്കാം അവിടുത്തെ ഹെൽപ്സ് യു ടു ടേക്ക് ഡെസിഷൻസ് സഡൻലി കൊടുക്കും കേട്ടോ. ഐ ഓൾവേസ് ഹാസ് എ ഷഹന ഐയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ വേർബ് കൊടുക്കുക. ആകെ എക്സെപ്ഷനുള്ള വോസും ആമോ ആണ് കേട്ടോ. വോസും ആമോ ആണ്. ഐ ഓൾവേസ് ഹാവ് എ സ്പർ ഫോർ മന്തി വെൻ ഐ ഗോ ഔട്ട്. അടിപൊളി. യു മസ്റ്റ് ബി അവെയർ ഓഫ് അൺഡ്യൂ സ്പേഴ്സ് ഫ്രം ദ പീപ്പിൾ ഓഫ് സിംഗിങ് ലൈക്ക് ഷാജി ഗിവ്സ് ടു ഇമേഷൻ. ഓക്കെ, ദർ ഇസ് നോ റാഷണൽ ബിഹൈൻഡ് ഹിസ് ഫിയേഴ്സ് ക്രൈം. ദാറ്റ്സ് ഗ്രേറ്റ്. Spur on your speech is enough for them to start the teamwork. Okay, that's great. He always has a spur to singing songs. Okay. Boosted doses are required to spur the immune system of a body. Okay. There is no rationale in the citation of the assailant in the misdemeanor or wrongdoing. That's great. The culprit revealed the rationale behind the murder. Okay, great. അടുത്ത നോക്കിക്കേ, വൂ ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, വൂ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിൽ വേർബ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പണ്ടൊക്കെ ഈ കോട്ട്ഷിപ്പൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പണ്ടത്തെ രാജകീയ കഥകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു രാജ്ഞിയുടെയോ അല്ലെങ്കിൽ ഒരു രാജകീയ അങ്ങനെ ഒരു പുറകെ നടന്നിട്ട് നമ്മൾ ഒരാളെ വൂ ചെയ്യുക. അത് ഇന്നും ഉണ്ട്. ബട്ട് വൂ ചെയ്യുക എന്നുള്ള വാക്ക് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാറില്ല അങ്ങനെ. പണ്ടൊക്കെയാണ് വൂ ചെയ്യുക എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ലൈക്ക് സീക്ക് ഫേവർ, ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുത്താൻ ഇഷ്ടം സമ്പാദിക്കാൻ നോക്കുക. സീക്ക് ഫേവർ അല്ലെങ്കിൽ ടെംപ്റ്റ് ചെയ്യുക, കോട്ട് ചെയ്യുക, പെർസ്യൂ ചെയ്യുക, പുറകെ നടക്കുക. അതിനാണ് വൂ ചെയ്യുക പറയാം. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഇഗ്നോർ ചെയ്യുക, ഡിസ്റിഗാർഡ് ചെയ്യുക, റിപ്പൾസ് ചെയ്യുക. അതിനാണ് നമുക്ക് എന്താ പറയുക? വൂ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് പറയാം. വൂ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇഗ്നോർ, ഡിസ്റിഗാർഡ്, റിപ്പൾസ് എന്നൊക്കെ പറയാം കേട്ടോ. അടുത്ത അറേ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ആട്ടോ. അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അസംബ്ലജ് അല്ലെങ്കിൽ ഡിസ്പ്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ വേർബായിട്ട് പറഞ്ഞാൽ അസംബിൾ ചെയ്യുക, മസ്റ്റർ ചെയ്യുക എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? യൂണിറ്റ്, ഐറ്റം, ഒന്ന്. എൻറ്റിറ്റി, ഇൻഡിവിജ്വൽ, സിംഗിൾ എന്നൊക്കെ പറയാം. അതിനാണ് നമ്മൾ ആൻറ്റണിംസ് ആയിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ സെപ്പറേറ്റ് ചെയ്യുക, സെഗ്രിഗേറ്റ് എന്നൊക്കെ അർത്ഥം കൂടെ അറിയിക്കുന്നുണ്ട് പിന്നെ വേർബായിട്ട് വരുമ്പോൾ. സെഗ്രിഗേറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥം കൂടെ അതിന് വരും.
ഓർത്ത് വെച്ചോണം. അടുത്ത അൺവെയിൽ ചെയ്യുക. അറിയാലോ അൺവെയിൽ, റിവീൽ ചെയ്യുക, പ്രസന്റ് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക, ഡൈവൾജ് ചെയ്യുക, ഷോ കാണിച്ചു തരിക. അതാണ്. അപ്പോൾ വെയിൽ ചെയ്യാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. മൂടി വെക്കുക, ഹൈഡ് ചെയ്യുക, കവർ ചെയ്യുക, കൺസീൽ ചെയ്യുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. വളരെ കോമൺ ആയിട്ടുള്ളൊരു യൂസേജ് ആണ്, നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള വാക്ക് തന്നെയാണ് അൺവെയിൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അൺവെയിൽ ദ മിസ്റ്ററി, ഞാൻ എപ്പോഴും അൺവെയിൽ പറയുമ്പോൾ എപ്പോഴും പറയില്ല, അൺവെയിൽ ദ മിസ്റ്ററി പറയല്ലേ. അപ്പം അൺവെയിൽ എന്ന് പറയുന്നത് തുറന്നു കാണിക്കുക, ഡിസ്പ്ലേ ചെയ്യുക, റിവീൽ ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിലാണ്. അപ്പോൾ അൺവെയിൽ ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് വെയിൽ ചെയ്യുക, കവർ ചെയ്യുക എന്ന് പറയും. ഓക്കെ, അത് ഓർത്ത് വെച്ചോ, ഓപ്പോസിറ്റ് ഓർത്ത് വെച്ചോളാം കേട്ടോ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അടുത്ത സെൻറ്റൻസ് പിടിച്ചോട്ടെ. അല്ലല്ല, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ, വൈറ്റ് ടെക്സ്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആവും. ഓക്കെ, ഞാനതാണ് യെല്ലോ ആൻഡ് വൈറ്റിൽ കയറി പിടിച്ചത്. നോക്കട്ടെ, ഞാൻ സെറ്റാക്കാം കേട്ടോ. അടുത്ത സെറ്റ് ചെയ്താൽ an urging man who is urging to safeguard a good manner, which is impetuous thing. Okay, some girls love their attires fierce character. And me kalipparum kandari alle enne ormipikale Shahana. You have to pick a genuine rational and stick on it. Okay, he's compared with stick on to it allada, me and stick on to it aane correct. He's compared with fierce lion after fighting with opponent. Oh, that's great. There occurs a fierce competition among companies to gain more profit. That's great. I don't like to woo anyone. The rational using this teaching method is increase my confidence. Is increase alla, the rational using this teaching method increases my confidence. Increases. Okay, adu correct. Before marriage every man woos after the ladies. വൂസ് ആഫ്റ്റർ വേണ്ട, വൂസ് ലേഡീസ് എന്ന് കൊടുത്താൽ വൂസ്, വൂസിന് വി വേണ്ട കേട്ടോ, വി വേണ്ട, അല്ലാതെ WOOES കൊടുത്ത സെറ്റ് വൂസ് കേട്ടോ എന്ന് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. അൺവെയിലിംഗ് ദ സീക്രട്ട് ഈസ് അർജന്റ് നീഡ് ഓഫ് ദിസ് സിറ്റുവേഷൻ. ദാറ്റ്സ് ഗ്രേറ്റ്. ദ അറേ ഓഫ് വർക്ക്സ് ഓഫ് എൻ അഡപ്റ്റ് പേഴ്സൺ ഇസ് പിക്ചറസ്ക്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാമല്ലോ. അടുത്ത സെറ്റിലോട്ട് പോവാം. ഫ്രൂഷൻ കേട്ട് പരിചയമുണ്ടല്ലോ. ഫ്രൂഷൻ ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ, അച്ചീവ്മെന്റ്, അറ്റൈൻമെന്റ് അല്ലെ. നമ്മളൊരു കാര്യത്തിൻ്റെ ഫുൾഫിൽമെൻറ്റിനെ ഫ്രൂഷൻ എന്ന് വിളിക്കും. അപ്പം അതിൻ്റെ ആൻറ്റണിം എന്താണ്? ഇൻസെപ്ഷൻ, ആരംഭം അല്ലെ. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തിന് നമുക്ക് ബിഗിനിങ്, ഇൻസെപ്ഷൻ, അതിനൊക്കെ നമുക്ക് ഫ്രൂഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയും. അല്ലാതെ വേറൊരു അർത്ഥമുണ്ട് ഫെയിലിയർ, നോട്ട്. അത് ആകെപ്പാടെ അത് എന്താ പറയുക, ഫെയിലിയർ, നോട്ട് എന്നൊക്കെ അർത്ഥം കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഓപ്പോസിറ്റ് ആയിട്ട് യൂസേജ് ആണ് ഇൻസെപ്ഷൻ, നോട്ട്, ഫെയിലിയർ എന്നൊക്കെ വാക്കുകൾ ഓർത്ത് വെച്ചോണേ. അടുത്ത എക്സംപ്ലാർ. എക്സംപ്ലർ എന്ന് പറഞ്ഞാൽ എപ്പിറ്റോം, മകുടം, മോഡൽ, പാരഗൺ അല്ലെങ്കിൽ ഐഡിയ, ടൈപ്പ് എന്നൊക്കെ പറയാം. അതാണ് എക്സംപ്ലർ. ഇങ്ങനൊരു ടൈപ്പാണ് കേട്ടോ ഇത്, ഇതൊരു ഐഡിയ, ഇതിൻ്റെ ഒരു മോഡൽ ഇതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് നമ്മൾ എക്സംപ്ലർ എന്ന വാക്കിൻ്റെ അർത്ഥം. നൗൺ ആണേ. അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്, ആൻറ്റണിം ആണ് അതിൻ്റെ എക്സംപ്ലറി ആണ് കേട്ടോ അതിൻ്റെ അഡ്ജക്റ്റീവ്, അത് വിട്ടുപോയല്ലോ. എക്സംപ്ലറി ആണ് അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. എക്സംപ്ലറി അഡ്ജക്റ്റീവ്. എക്സംപ്ലറി അച്ചീവ്മെന്റ് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയില്ല, എടുത്ത് പറയേണ്ട അല്ലെ, ആ ഒരു വാക്ക് യൂസേജ് ആണ് എക്സംപ്ലറി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സംപ്ലർ നൗൺ. അപ്പോൾ അഡ്ജക്റ്റീവ് എക്സംപ്ലറിൻ്റെയോ ഫ്ലോ, എക്സ്റ്റൻഷൻ, ഗസ്. ഒരു ഫ്ലോ ആണ്, ഒരു മിസ്റ്റേക്ക്. പിറ്റോങ് എന്ന് പറയുന്നത് മകുടമല്ലേ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മിസ്റ്റേക്ക് ആയിട്ട് ഫ്ലോ എന്ന് പറയാം. അല്ലാതെ ഒരു കാര്യത്തിൻ്റെ ഒരു മോഡലാണ്, ഐഡിയ ആണെന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ്, വേറൊരു വേർഷനാണ്, എക്സ്റ്റൻഷനാണ്, ഗസ്സ, ഉറപ്പൊന്നുമില്ല, ഒരു ഗസ്സാണ്. ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എന്താ പറയുക, എക്സംപ്ലർ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. പിന്നെ അടുത്ത വാക്ക് അമനബിൾ ആണ്. വളരെ കോമൺ ആയിട്ട് കേട്ട് പരിചയമുള്ള വാക്കാണ് അമനബിൾ. കംപ്ലയൻറ്റ് എന്ന് പറയും. അക്യൂസൻറ്റ് അല്ലെങ്കിൽ മാനേജബിൾ, നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അതാണ് അമനബിൾ എന്ന് പറയുന്നത്. അമനബിൾ ഓപ്ഷൻ ആണെന്ന് പറഞ്ഞാൽ മാനേജബിൾ ആണ്, കംപ്ലയൻ്റ് ആണ്, സംഭവം ഓക്കെ ആണ്, നമുക്കത് സെറ്റാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഈ പറയുന്ന അമനബിളിൻ്റെ ഇതുമായിട്ട് വരുന്നത്. ആൻറ്റണിമായിട്ട് പറയുന്നത് അൺകോപ്പറേറ്റീവ് ആണ്, റെസിസ്റ്റൻ്റ് ആണ്. നമ്മൾ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോപ്പറേറ്റീവ് അല്ലേ, അതിന് ഓപ്പോസിറ്റ് ആണ് അൺകോപ്പറേറ്റീവ്. അതിനെ എതിർക്കുന്ന ഒരു കാര്യമാണെങ്കിൽ റെസിസ്റ്റൻ്റ്. കംപ്ലൈൻ്റ് ആണ്, പാലിക്കുന്നവരാണ്. അപ്പോൾ റെസിസ്റ്റൻ്റ് ആകുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ എതിർക്കുന്ന ആൾക്കാരാണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓർത്തോണം, അമനബിളിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ് കേട്ടോ, അതൊക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ. ഓൾ റൈറ്റ്. The array of works പറഞ്ഞു. The prosecutor who from the court for a victim. Okay, that's great. The prop team succeeded in unveiling the mystery behind the murder. Firstly, I thought you are a fierce person. That's great. V2 wood, WOOED, wood. Okay. Shahana, ഒരു ED ഇട്ട് കൊടുത്താൽ മതി. Every serial person knows the upcoming twist in a serial. Okay. ട്വിസ്റ്റിന് ES ഇല്ല, വെറും എസ് ഉള്ള ലക്ഷ്മി. But they eagerly wait to unveil it. അതൊരു സന്തോഷം അല്ലേ. അറേയുടെ ആൻറ്റണിം എൻറ്റിറ്റി വരുമോന്ന്? വരും എൻറ്റിറ്റി വരും. എൻറ്റിറ്റി ഒറ്റയാടാ, എൻറ്റിറ്റി ഒറ്റ സാധനമാണ്. എല്ലാത്തിനും ഒരു ഒറ്റ സാധനത്തിനാണ് എൻറ്റിറ്റി എന്ന് പറയാം. അത് ഒരു എൻറ്റിറ്റി ആണെന്ന് പറയും നമ്മൾ അല്ലേ.
an entity ആണ്. അതാണ് assemblage എല്ലാത്തിനും കൂട്ടമല്ലേ, entity ഒറ്റയല്ലേ, അതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വരാൻ കാരണം. Everyone was waiting for his friend, അല്ല for his fruition after the result. That's great. അടുത്തോട്ട് പോലും അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സെറ്റോട് ഞാൻ കൊണ്ടുപോവാണ് നിങ്ങളെ. അടുത്ത പഠിച്ചോ, കേർബ്. കുറച്ചധികം വേർഡ്സ് ഉണ്ട്, നമുക്കപ്പോൾ സമയമില്ല, കളയണ്ട. കേർബ് എന്ന് പറഞ്ഞാൽ റിസ്ട്രെയിൻറ്റ്, ചെക്ക്, റെയിൻ ഒക്കെ പറയാം. നൗൺ ആയിട്ടും വേർബായിട്ടും ഒരേപോലെ പറ്റുന്നുണ്ട്. ഹോൾ ബാക്ക് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതൊക്കെ കേർബിൻ്റെ നമ്മുടെ വേർബിൻ്റെ മീനിങ് വരും. അപ്പം അതിന് നമുക്ക് ആൻറ്റണിം എന്ത് പറയാം, ഫ്രീഡം. റെസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മളെ കൺട്രോളാണ്, അതിൻ്റെ ഒരു ലിമിറ്റേഷൻ, റെസ്ട്രിക്ഷനാണ്. റെസ്ട്രിക്ഷൻ്റെ ഓപ്പോസിറ്റാണ് ഫ്രീഡം, റിലീസ്, ലൂസൻ, ലിബറേറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ നൗണായിട്ടും വേർബായിട്ടും ഒരേപോലെ പറയാൻ പറ്റുന്ന വാക്കാണ് റിലീസ്, നൗണുണ്ട് വേർബുണ്ട്. ലിബറേറ്റ്, ലിബറേഷൻ എന്ന് നൗൺ പറയാം. ലൂസൻ, അതൊക്കെയാണ് ആൻറ്റണിംസ് ആയിട്ട്, കേർബിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വാക്ക്. അടുത്ത് കോപ്പിയ. കോപ്പിയ എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യുക, സർവൈവ് ചെയ്യുക, സബ്സിസ്റ്റ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, ഫേസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, ഫെയിൽ ചെയ്യുക. ഒരു കാര്യത്തിൽ നമ്മൾ മാനേജ് ചെയ്യുന്നതിന്, സർവൈവ് ചെയ്യുന്നതിന് നമുക്ക് പറയാം കോപ്പിയ പറയും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, ഫെയിൽ ചെയ്യുക, കൊളാപ്സ് ചെയ്യുക, ഫോൾ ഷോർട്ട്. നമുക്ക് യു ആർ നോട്ട് ഏബിൾ ടു എന്താണ് അച്ചീവ് ദ സ്റ്റാൻഡേർഡ്, അതിനെയാണല്ലോ ഫോൾ ഷോർട്ട് എന്ന് പറയാം. അത് മാനേജ് ചെയ്യാൻ പറ്റാത്തതിനെ നമുക്ക് ഓപ്പോസിറ്റ് പറയാം ഫോൾ ഷോർട്ട് ചെയ്യാന്ന് പറയാം. ഓക്കെ അല്ലേ. അടുത്ത മിറിയേഡ്. മിറിയേഡ് എന്ന് പറഞ്ഞാൽ നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. മൾട്ടിറ്റ്യൂഡ്, മാസ് എന്നൊക്കെ പറയും. അതാണ് മിറിയേഡിൻ്റെ അർത്ഥം. ന്യൂമറസ്, കൗണ്ട്ലെസ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്താ, ഐഡൻറ്റിക്കൽ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, സെയിം ആയിട്ടുള്ള. ഡിഫറെൻറ്റ് വേരിയേഷൻസിനെയാണ് മിറിയേഡ് പറയാം. മിറിയേഡ് കൾച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻറ്റ് കൾച്ചേഴ്സാണ്. പക്ഷേ ആൻറ്റണിം വരുമ്പോൾ ഐഡൻറ്റിക്കലാണ്, സെയിം സാധനം, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള. അതിനെയാണ് മിറിയേഡ് എന്ന വാക്കിൻ്റെ ആൻറ്റണിമായിട്ട് പറയാം. ഓർത്ത് വെച്ചാൽ മിറിയേഡ് ഡിഫറെൻ്റ് എന്ന് അർത്ഥം. ന്യൂമറസ്, എണ്ണത്തിലധികം, അങ്ങനെ ഡിഫറെൻ്റാണ്. അപ്പോൾ ആൻറ്റണിം വരുമ്പോൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള, സെയിം ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥത്തിൽ വരും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഓക്കെ അല്ലേ. Okay, APJ is a person who is an exemplary of exemplary അല്ല, who is an exemplary അല്ല, അവിടെ നൗൺ കൊടുക്കണം സോണൽ. who is an example അല്ലെങ്കിൽ who is an exemplar, who is an epitome എന്ന അർത്ഥത്തിൽ. അപ്പോൾ നൗൺ കൊടുക്കുമ്പോൾ അവിടെ എക്സംപ്ലർ എന്ന് കൊടുക്കുക. എക്സംപ്ലറി അഡ്ജക്റ്റീവാണ്. ആൻ വെറും അഡ്ജക്റ്റീവിനോട് നമ്മൾ ആൻ കൊടുക്കില്ലല്ലോ അല്ലേ. an exemplary person of loyalty എങ്കിൽ ഓക്കെയാണ്. He is an exemplar of people politician, okay, ജനങ്ങളുടെ with his amicable nature. That's great. Exemplar of ancient palace looks very beautiful. That's great. Mother Teresa is an exemplar of love. Okay, this is the exemplar of the new house he plans to construct. That's great. Curbing the usage of petroleum products is necessary for coping the resources. That's great. അടുത്ത സെറ്റിലോട്ട് പോകാം. ആൻഡ് ദിസ് സെറ്റ് അസ്വിച്ച് കേട്ട് പരിചയം ഉണ്ടായിരിക്കും. അസ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ റിലീവ് ചെയ്യാം, ഈസിയാണ്. ഒരാളെ നമ്മൾ ലാസ്റ്റ് സെറ്റാണിത്. ഒരാളെ നമ്മൾ അസ്വേജ് ചെയ്യാന്ന് പറഞ്ഞാൽ റിലീവ് ചെയ്യാണ് അല്ലെങ്കിൽ ഈസിയാണ്. അതിനെയാണ് നമ്മൾ അസ്വേജ് ചെയ്യുക എന്ന് പറയുക. അലിവേറ്റ് ചെയ്യുക, സൂത് ചെയ്യുക അല്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുക, അസ്വേജ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോണം, ആൻറ്റണിമായിട്ട് പറയുമ്പോൾ അതിനെ വഷളാക്കുക, അഗ്രവേറ്റ് ചെയ്യുക, വേഴ്സൺ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ആൻറ്റണിമായിട്ട് നമ്മൾ അതിനെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗ്രേവ് എന്ന വാക്ക് നോക്കാം. നമ്മൾ കേട്ട് പരിചയമുണ്ട് ഗ്രേവ്. ടൂം സ്റ്റോൺ, നമ്മുടെ ഒരു കുഴിമാടം എന്ന അർത്ഥത്തിൽ ടൂം, അത് നൗണായിട്ട് പറയും. എന്നാൽ ഗ്രേവ് സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അർജൻറ്റ് ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ബാഡ്, വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനാണ് നമ്മൾ ഗ്രേവ് സിറ്റുവേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ അതേ സമയത്ത് ഗ്രേവ് എന്ന് പറയുന്ന നൗണിൻ്റെ അർത്ഥമാണ് ടൂം, ഞാൻ നേരത്തെ പറഞ്ഞ കുഴിമാടം എന്ന അർത്ഥത്തിൽ പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഗ്രേവ് എന്നതിൻ്റെ അഡ്ജക്റ്റീവിൻ്റെ യൂസേജാണ് എക്സാമിന് ചോദിച്ചു കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ PSC കാണിക്കുന്ന പോലെ രണ്ട് വേർഡ് എന്നിട്ട് അതിനെ സെയിം വേർഡ് വെച്ചിട്ട് രണ്ട് ബ്ലാങ്ക്സിനെ ഫില്ല് ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിലും ചോദ്യം വരും. അപ്പോൾ അങ്ങനെ വന്നാലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റണം കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതുകൊണ്ടൊന്നും നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റണം. അപ്പോൾ അർത്ഥം ഇതാണ്, ട്രിവിയൽ, കെയർ ഫ്രീ, ലൈറ്റ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള, ഏർജൻറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള തന്നെ ലൈറ്റ് ആയിട്ടുള്ള, വളരെ ഏർജൻറ്റ് ആണെങ്കിൽ സില്ലി ആയിട്ടുള്ള, ട്രിവിയൽ ആയിട്ടുള്ള, കെയർ ഫ്രീ ആയിട്ടുള്ള അതാണ് ആൻറ്റണിമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ അസ്വേജ് റിലീവ് ചെയ്യാന്നാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അഗ്രവേറ്റ് ചെയ്യുക, വഷളാക്കുക, വേഴ്സൺ ചെയ്യുക, ഇൻറ്റൻസിഫൈ ചെയ്യുക, അതൊക്കെ നോട്ട് ചെയ്തോണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ടോപ്പിൾ ചെയ്യുക, വീഴുക എന്നാണ് അർത്ഥം. ടോപ്പിൾ ചെയ്യുക, വീഴുക, ഫോൾ ചെയ്യുക, അല്ലെങ്കിൽ ടംബിൾ ചെയ്യുക, ഓവർടേൺ ചെയ്യുക, ടിപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കൊളാപ്സ് ചെയ്യുക, വീണു പോകുക, അതാണ് ടോപ്പിൾ ചെയ്യുക. അപ്പോൾ ആൻറ്റണിം എന്താണ്, റൈസ് ചെയ്യുക, എണീക്കുക, സ്റ്റാൻഡ് അപ്പ്, ഗെറ്റ് അപ്പ്, റൈസ്, അതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക, ടോപ്പിളിന് ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ ഈ വാക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ
ചിലപ്പോൾ നമ്മളോട് സെറിൻ്റെ മാനഡം ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ സ്പെല്ലിംഗ് ആയിരിക്കാം. ഈ വാക്കുകൾ എല്ലാത്തിലും നിങ്ങൾക്ക് എല്ലാം കണക്റ്റഡ് ആയിട്ട് പഠിക്കണം. സ്പെല്ലിംഗ് വേണമെങ്കിൽ ചോദിക്കാം, ചിലപ്പോൾ സിനോണിം ചോദിക്കാം, ആനോണിം ചോദിക്കാം, ചിലപ്പോൾ ഫില്ലേഴ്സ് ആയിട്ട് ചോദിക്കാം, ഡബിൾ ഫില്ലേഴ്സ് ചോദിക്കാം കേട്ടോ. ഒറ്റ ഫില്ല് ഒരു വാക്ക് വെച്ചിട്ട് രണ്ടെണ്ണത്തിനെ ഫില്ല് ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയും വരും. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും ഏതൊക്കെ രീതി ചോദിച്ചാലും എക്സാമിന് എഴുതാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതാണ് നമ്മൾ വൊക്കാബുലറി പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഓർത്ത് വെച്ചോ കേട്ടോ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് സെൻറ്റൻസിലോട്ട് പോകാം. കർബിംഗ് ദി അത് പറഞ്ഞു. ഹി കർബ് ദ പെയിൻ when an ant bit on his back. That's great. Amenable situation can be handled very easily. All right. Government is trying hard to cope with Manipur violence. That's great. I saw fierce Rintu in the paid class after using coping up with instead of coping with in a sentence. നീ ഇന്നാളെ പറഞ്ഞിട്ടുണ്ടല്ലേ ഗവൺമെന്റ്. Assuaging a grave situation is why comedy is his prime character. That's great. Listening music. ദേവിക listening music അല്ല, listening to music. Listen എന്ന verb fixed preposition ഉണ്ട് to. Listening to music അതൊരു intransitive verb. Listening to music helps me to assuage from a stressful situation. അസ്വേജ് ഫ്രം വേണ്ട, അസ്വേജ് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്ന് കൊടുക്കുക കേട്ടോ. അസ്വേജ് കഴിഞ്ഞിട്ട് ഫ്രം വേണ്ട, അസ്വേജ് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്ന് കൊടുക്കുക. മെനി ഓഫ് ആസ്പിറൻസ് ആർ going through a grave situation right now. All right. He assuaged the conflicts among his friends by his amicable nature. There is no assuaging in price of rudimentary stuffs. Okay. The murder of the migrant girl is a grave issue. Okay. He always tries to assuage the problems, but she aggravates those problems. Okay. I'm going to topple his plan. That's great. Moving to the ആർട്ടിക്കിളോട്ട് പോകാം. മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദീസ് ആർ ദ വൊക്കാബുലറി, സിനോണിംസ്, ആന്റണിംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് നേരെ പോകാം നമ്മുടെ ആർട്ടിക്കിളോട്ട്. അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ബാച്ച് 4ാമത്തെ ബാച്ച് റണ്ണിംഗ് ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയാലോ, 2200 രൂപയാണ് കോഴ്സ് ഫീ. കോഡ് അപ്ലൈ ചെയ്യാം, ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാം. Y314 ആണ് നമ്മുടെ കോഡ്. അതുപോലെ തന്നെ നമ്മുടെ SSC MTSൻ്റെയും അതുപോലെ IBPS, ഇപ്പോൾ ഇന്നലെ IBPS പിയോടെ ഒരു ഇത് അറബി അല്ലാതെ IBPS പിയോടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു ഇത് വന്നാൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല രീതിയിൽ പഠിക്കുക. ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്, കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്തിട്ട് ഡിസ്കൗണ്ടോടെ ക്ലാസ്സിൽ ചേരുക, പഠിക്കുക. ഇനി അല്ലെങ്കിൽ യൂട്യൂബിൽ റെഗുലസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഏത് രീതിയിലും പെയ്ഡ് തന്നെ എടുക്കണം എന്നല്ല, യൂട്യൂബിലെ റെഗുലർ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. കൺസിസ്റ്റൻസി, ദാറ്റ്സ് ഓക്കെ, അത് ഓർക്കാം കേട്ടോ. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. Y314 ഓക്കെ, Y314. Let's move people to tactics. അപ്പോൾ ഇന്ത്യയുടെ ചിപ്പ് ടാക്ടിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The pitch to draw in semiconductor players must go beyond incentives. അപ്പം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യ എന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഡ്രോയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സെമി കണ്ടക്ടേഴ്സ് പ്ലെയേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ്, ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ഒരു നമ്മളറിയാലോ, നമ്മളൊരു ഇത് നടത്തുമ്പോൾ നമ്മളൊരു പിച്ച്, ഒരു ബിസിനസ്സിൽ എപ്പോഴും പിച്ചും ചെയ്യുമല്ലോ, ഒരു കാര്യം നമ്മൾ പിച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ പിച്ച് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, അവർ വീടും, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ് സെമി കണ്ടക്ടേഴ്സ് പ്ലെയേഴ്സിനെ. കാര്യം ഇൻസെൻറ്റീവ്സിനേക്കാളും അധികമായിട്ട് പിച്ചിങ് ചെയ്തിട്ട് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു ചിപ്സിൻ്റെ യൂസേജിന്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കിയേ, ദ ഗവൺമെന്റ് ഹാസ് മെയ്ഡ് എ ഫ്രഷ് ബിഡ് ടു അട്രാക്ട് മേജർ ഗ്ലോബൽ ചിപ്പ് മാനുഫാക്ചറേഴ്സ് ഇൻ ടു ദ കൺട്രി. At the Semicon India Summit last Friday, Prime Minister Narendra Modi told prospective investors that the government had drawn on their suggestions after the first such conference last year and taken proactive decisions to address areas of concern. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കഴിഞ്ഞ ദിവസത്തെ ഒരു ഫ്രഷ് ബിഡ് നടത്തിയിട്ടുണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഒരു ഫ്രഷ് ബിഡ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ ഗ്ലോബലായിട്ടുള്ള ചിപ്പ് മാനുഫാക്ചറേഴ്സിൻ്റെ കൺട്രീസിലോട്ട് അവരെ ല്യൂർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം നമുക്കൊരു ട്രേഡ് കണക്ഷൻ വേണം, ചിപ്പ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് കണക്ഷൻസ് നമുക്ക് വേണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പം അതിനുള്ള ഒരു ഇതാണ് സമ്മിറ്റ് കഴിഞ്ഞ ദിവസം നടന്നത്. സെമിക്കോൺ ഇന്ത്യ സമ്മിറ്റ് നടത്തും കഴിഞ്ഞ ഫ്രൈഡേയിൽ. അപ്പം ആ ലാസ്റ്റ് ഫ്രൈഡേയിൽ ആ സമ്മിറ്റിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്താ ചെയ്തെന്ന് വെച്ചാൽ ഏറ്റവും പ്രോസ്പെക്റ്റീവായിട്ട് പോസിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളതെങ്കിൽ അവരെയൊക്കെ എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സജഷൻസോടെ അവരെ നമുക്ക് എങ്ങനെയും ഡ്രോയിൻ ചെയ്യാൻ, പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നോക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും ഇത് ഒരു ലാസ്റ്റ് ഇയറിലെ കോൺഫറൻസിന് ശേഷമുള്ള ഒരു ആക്റ്റീവാണ്, ഒരു കാര്യമാണ്. ഇതിപ്പോൾ ആ ഒരു ലാസ്റ്റ് ഇയറിലെ ഒരു കോൺഫറൻസിന് ശേഷം ഒരു പ്രൊആക്റ്റീവ് ഡിസിഷൻ എടുക്കുന്ന ആദ്യമായിട്ട് പ്രൊആക്റ്റീവ് ഡിസിഷൻ എടുക്കുന്ന, ആ ലാസ്റ്റ് ഇയറിൽ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമായിട്ട് അതിനൊരു അനക്കം വെച്ചത് ഈ ഒരു ഡിസിഷൻ എടുക്കുന്ന ഈ ഒരു ഏരിയ ഓഫ് കൺസേൺ ഇവിടുത്തെയാണ് കേട്ടോ. Apart from low corporate tax rates and SOPs for all new manufacturing projects, he said the incentives offered to term
tech firms to set up production facilities under India's semiconductor program have been scaled up to 50% financial assistance. അപ്പോൾ ഇവിടെ പറയുന്ന ചില കോർപ്പറേറ്റ് ടാക്സ് റേറ്റ്സിന് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ മാനുഫാക്ചറിങ് പ്രോജക്റ്റുകളുടെ നമ്മൾ ടാക്സ് റേറ്റുകൾ ഒന്ന് മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ്സ് ഓഫർ ചെയ്ത് ഈ ടെക് ഫേമുകൾ നമുക്ക് തന്ന ഇൻസെൻറ്റീവ്സ് കൊണ്ട് തന്നെ ഒരുപാട് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. ഒരുപാട് ടെക് ഫേംസിൻ്റെ ഹെൽപ്പും ഉണ്ട്. ഒരുപാട് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റിയില്ല സെമി കണ്ടക്ടർ പ്രോഗ്രാമിൻ്റെ കേസസിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ്റെ നമുക്ക് ശരിക്കും നമ്മുടെ ഫിനാൻസ് അസിസ്റ്റൻസ് തന്നെ കൂടിയിട്ടുണ്ട്. 50% ഫിനാൻസ് അസിസ്റ്റൻസോളം കൂടിയിട്ടുണ്ട് ഈ ടെക് ഫേംസിൻ്റെ ഒക്കെ ഇൻസെൻറ്റീവ്സ് കാരണം. നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൻ്റെ എമൗണ്ട് സ്കെയിലപ്പ് ചെയ്ത് ഇൻക്രീസ് ചെയ്തപ്പോൾ 50% ആയിട്ടുണ്ട്. സോ എസെൻഷ്യലി the government would bear half of the typically large investment outlays. അപ്പോൾ ശരിക്കും നമുക്ക് ഇൻസെൻറ്റീവ് ആയിട്ട് തന്നെ 50% കിട്ടി. ബാക്കി മറ്റേ ഹാഫ് ബെയർ ചെയ്താൽ മതി. ആര്? ഗവൺമെൻറ് ബെയർ ചെയ്താൽ മതി. ടിപ്പിക്കലി ഒരു ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ ആണ് നമ്മുടെ എക്സ്പെൻഡിച്ചറിന് വരുന്ന എക്സ്പെൻസ് വരുന്നത് ഒരു ഇതുണ്ട്. അതിലെ 50% ഗവൺമെൻറ് ചെയ്യണം. ദാറ്റ് കമ്പനീസ് കമ്മിറ്റ് ടു അണ്ടർടേക്ക്. അപ്പോൾ ഈ കമ്പനീസ് അണ്ടർടേക്ക് ചെയ്യാൻ പോകുന്ന നമ്മുടെ വരാൻ പോകുന്ന കമ്പനീസ് അണ്ടർടേക്ക് ചെയ്യാൻ പോകുന്ന ആ എമൗണ്ട് എക്സ്പെൻസിൻ്റെ 50% ഇനി ആര് അണ്ടർടേക്ക് ചെയ്യണം? നമ്മുടെ ഗവൺമെൻറ് അണ്ടർടേക്ക് ചെയ്യണം. ബാക്കി നമ്മുടെ ടെക് കമ്പനീസ് എടുത്തു കഴിഞ്ഞു. Ahead of Mr. Modi's US state visit, the decks were cleared for a $2.75 billion billion dollars assembly, testing, marketing and packaging facility in Gujarat proposed by the US-based Micron Technology. അപ്പോൾ US-based ആയിട്ടുള്ള മൈക്രോൺ ടെക്നോളജി എന്ന് പറയുന്ന നമ്മുടെ ഇവരുടെ ടെക് ഫേം, ആ ഒരു കമ്പനി ഇന്ത്യയിൽ ഗുജറാത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാക്കേജിങ് ഫെസിലിറ്റി ഗുജറാത്തിൽ കൊടുക്കാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഒരു $2.75 billion ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ദ ഡീൽ പെർഹാപ്സ് നച്ച് ബൈ അത് എന്തിൻ്റെ ഭാഗമായിട്ട് മോദിജി US വിസിറ്റ് ഒക്കെ നടത്തിയെന്ന് കഴിഞ്ഞ തവണ US സ്റ്റേറ്റ് വിസിറ്റ് ഒക്കെ നടത്തി. ആ സമയത്ത് നടത്തിയ ഒരു പരിപാടിയാണിത് കേട്ടോ. ദ ഡീൽ പെർഹാപ്സ് നച്ച് ബൈ 2 countries. രണ്ടുപേരും വളരെ പ്രോത്സാഹിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹനത്തോടെ ചെയ്തൊരു കാര്യം ഇത്. കോപ്പറേഷൻ പാക്ട് ടു ബിൽഡ് എ സെമി കണ്ടക്ടർ സപ്ലൈ ചെയിൻ. ഇവിടെ അവർ പ്രതീക്ഷിക്കുന്ന വെച്ചാൽ സെമി കണ്ടക്ടർ സപ്ലൈ ചെയിൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഹാസ് പീക്ഡ് ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് സ്പേർഡ് മൈക്രോൺ സപ്ലൈസ് ടു എക്സ്പ്ലോർ ദി ഓപ്ഷൻ ഓഫ് ലൊക്കേറ്റഡ് ഫെസിലിറ്റീസ്. പക്ഷെ അതേ സമയത്ത് അത് നമ്മുടെ ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റിനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അത് ബോദർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് അതേ സമയത്ത് മൈക്രോണിൻ്റെ സപ്ലൈസ് കൂടിയിട്ടുണ്ട്, സ്പെർ ചെയ്തിട്ടുണ്ട്, അവരെ ഒന്ന് കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്, മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ടു എക്സ്പ്ലോർ ദ ഓപ്ഷൻ ഫോർ കോലൊക്കേറ്റഡ് ഫെസിലിറ്റീസ്. രണ്ടിടത്തോട്ട് ലൊക്കേറ്റ് ചെയ്ത് കോലൊക്കേറ്റഡ് ആയിട്ട് ഫെസിലിറ്റീസിൻ്റെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് ഉള്ളൊരു സ്പെർ, അവർക്കൊരു മോട്ടിവേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സമയം ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റിനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ബോദർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പീക്ക് ചെയ്യിപ്പിക്കുക, ബോദർ ചെയ്യിപ്പിക്കുക, ബോധോട്. അതേസമയത്ത് സ്പെർ ചെയ്യിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. ഓർത്ത് വെച്ചോണം കേട്ടോ. Next paragraph, with several countries seeking to de-risk themselves from dominance of China in the chips manufacturing supply chain through collaborative or friend-shoring arrangements, the rationale for the enhanced pitch to investors is unquestionable. ശരിക്കും പല കൺട്രീസും ചൈനയുമായിട്ടൊരു കോറിലേഷനെ പയ്യെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ചൈന എല്ലാം എന്നത് മാത്രമല്ല എല്ലാ ട്രേഡ് ഫെസിലിറ്റീസും ചൈനയായിട്ട് ഇങ്ങനെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈന പണ്ടേ ഒരു സൂപ്പർ പവർ ആണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈന എന്ന് പറയുന്നവരെ എങ്ങനെയും ട്രേഡിൽ നിന്ന് ഒതുക്കി. അതുകൊണ്ടാണ് ഇപ്പം ഇന്ത്യയോട് ഭയങ്കരമായിട്ട് ഒരു താല്പര്യമൊക്കെ കാണിക്കുന്നത് ഇവർ. കാരണം ഇവർക്ക് എങ്ങനെയും ഒന്ന് ഇന്ത്യനെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് നൈസായിട്ടൊന്ന് ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ഒരു കൊളാബറേഷൻ ഉണ്ടാകണം. അപ്പോൾ ചൈനയും നൈസായിട്ട് വേണ്ടല്ലോ, നമുക്ക് വേണ്ടാന്ന് വെക്കാമല്ലോ. അതാണ് ഇവരിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. ആ റാഷണലാണ് ഇവിടെ ഉള്ളത്. ആ റാഷണൽ ലോജിക്കിൽ യൂസ് ചെയ്തിട്ടാണ് ഇപ്പം അമേരിക്ക കളിക്കുന്നത്. എസ്പെഷ്യലി ഫ്രണ്ട് ഷോറിംഗ് എന്ന് പറഞ്ഞൊരു പോർട്ട്മാൻറ്റീവ് വേർഡ് ഇവിടെ നമ്മൾ നോക്കുക. ഫ്രണ്ട് ഷോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ മറ്റ് കൺട്രീസുമായിട്ട് ട്രേഡ് റിലേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് നമ്മൾ ഫ്രണ്ട് ഷോറിംഗ് എന്ന് പറയാം. ഒരു കൊളാബറേറ്റീവ് മോഡിനെ ഫ്രണ്ട് ഷോറിംഗ് എന്നൊരു വേർഡ് നമ്മളിവിടെ കോയിൻ ചെയ്തേക്കാണ്. ഇറ്റ്സ് എ ന്യൂ വേർഡ് കേട്ടോ, ശരിക്കും ഒരു പുതിയ വേർഡ് വന്നേക്കുന്നതാണ്. അപ്പോൾ റിസ്കിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പല കൺട്രീസും ചൈനയിൽ നിന്ന് നൈസായിട്ട് വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ പെടുന്നതാണ് US ഈ പറയുന്ന പോലെ ഇന്ത്യയുമായിട്ട് കണക്ഷനിലേക്ക് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു അൺക്വസ്റ്റനബിൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാര്യം നമുക്ക് ചൈനയായിട്ട് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ലോജിക്ക് ഇതിൻ്റെ ഉള്ളിൽ. ബട്ട് കോമ്പറ്റീഷൻ ഇസ് ഓൾറെഡി ഫിയേഴ്സ്. ഭയങ്കര കോമ്പറ്റീഷനാണ്. പക്ഷേ ദ $52 billion ഫിനാൻസിങ് സപ്പോർട്ട് അനൗൺസ് ബൈ ദ US കൊടുത്തേക്കുന്ന $52 billion ഫിനാൻഷ്യൽ സപ്പോർട്ടില്ലേ, semiconductors makers in 2021 has drawn over $200 billion in commitments. അപ്പോൾ ശരിക്കും
ഇന്ത്യക്ക് കൊടുത്തേക്കുന്ന ഈ ഒരു കമ്മിറ്റ്മെന്റ് $52 ബില്യൺ എന്ന് പറയുന്നതിന്റെ ആ കമ്മിറ്റ്മെന്റ് ശരിക്കും $200 ബില്യൺ കമ്മിറ്റ്മെന്റ്സോളം ഡ്രോ ചെയ്യും. 2021 സെമി കണ്ടക്ടേഴ്സ് മേക്കേഴ്സിന് 2021 ഇതിൽ തന്നെ 200 ബില്യൺ ഇത് കടന്ന. അപ്പം വൂഡ് ബൈ ഇപ്പൊ എന്നോട് ഷഹാന ചോദിച്ചില്ലേ വൂഡ് പാസൻസ് ഇതാ വൂഡ് കണ്ടോ, വൂഡ് ബൈ an array of subsidies, Intel alone has committed $80 billion in outlays across European Union. യൂറോപ്യൻ യൂണിയനിൽ തന്നെ നമ്മുടെ ഇന്റലിൽ കൊടുത്തേക്കുന്ന ഒരു എന്താ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും സബ്സിഡി എന്ന് പറയുന്നത് $80 ബില്യൺ സബ്സിഡിയാണ്. അവരുടെ എക്സ്പെൻസിനായിട്ട് കൊടുത്തേക്കുന്നത്. ഇൻ ഇന്ത്യ $10 billion production linked incentive scheme was unveiled for chip makers in late 2021. 2021 ഇന്ത്യക്ക് കൊടുത്തേക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ $10 ബില്യൺ ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു, ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് ആയിരുന്നു കൊടുത്തത്. ആ സ്കീമായിരുന്നു ഒരു ലേറ്റ് 2021 ചിപ്പ് മേക്കേഴ്സിന്റെ രീതിയിൽ കൊടുത്തേക്കുന്നത്, അൺവെയിൽ ചെയ്തിരുന്നു, ഡിസ്ക്ലോസ് ചെയ്തേക്കുന്ന ഒരു പൈസ എമൗണ്ട് ഇത്രയായിരുന്നു. A $20 billion venture announced by Vedanta and Foxconn last year. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് വേദാന്തയും അതുപോലെ തന്നെ ഫോക്സ്കോണും കൊടുത്തേക്കുന്ന ഒരു $20 ബില്യൺ വെഞ്ചറായിരുന്നു, $20 ബില്യൺ വെഞ്ചറായിരുന്നു. ലാസ്റ്റ് ഇയർ ഹാസ് ഹവർ കം അണ്ടൺ. പക്ഷെ അത് ഇതുവരെ പ്രാവർത്തികമാക്കപ്പെട്ടിട്ടില്ല. ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ ദാറ്റ് മൈക്രോൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഹാൻഡ് ഹെൽഡ് ടിൽ ഫ്രൂഷൻ ടു ക്രിയേറ്റ് ആൻ ഇഫക്റ്റീവ് എക്സംപ്ലർ എഫക്ട്. നമുക്കറിയാം ഒരു മൈക്രോൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് നടക്കുമ്പോൾ നമുക്ക് പറയാം അത് ഫ്രൂഷനായി, ഫുൾഫിൽഡ് ആയി എന്ന് പറയാം. അതുവരെ അല്ലേ ദർ ഇസ് മെനി എ സ്ലിപ്പ് ബിറ്റ്വീൻ ദ ലിപ്പ് ആൻഡ് ദ കപ്പ് ഇല്ലേ ആ സാധനം. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എഫക്റ്റീവ് എക്സംപ്ലർ ആവണമെങ്കിൽ അത് നടക്കണം, അത് എഫക്റ്റീവ് ആവണം. Apart from incentives, investors also need to see evidence of the stable operating environment with a predictable policy framework that is not amenable to knee-jerk deviations such as export curbs to cope with shortages. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്ന എക്സ്പോർട്ട് കർബ് ലിമിറ്റേഷൻസ് കൊടുക്കുകയാണ്. ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് കർബ്സ് ഒക്കെ വെക്കുമ്പോൾ അങ്ങനത്തെ കുറച്ച് ഡീവിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് പ്രശ്നമാവും. കാര്യം അവർക്ക് വേണ്ട എന്താണ്, ഒരു സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് എൻവയോൺമെന്റ് കാണിച്ചു കൊടുക്കണം അവർക്ക്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രൊഡിക്റ്റബിൾ പോളിസി ഫ്രെയിംവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റേഴ്സ് ഹാപ്പി ആവുള്ളൂ. സ്റ്റേബിൾ ആയിട്ട് ഓപ്പറേറ്റിംഗ് എൻവയോൺമെന്റ് വേണം, അതിനോടൊപ്പം തന്നെ പ്രൊഡിക്റ്റബിൾ ആയിട്ടുള്ള പോളിസി ഫ്രെയിംവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രോബ്ലം ഈസ് എപ്പോഴും പോളിസി മാറാം, എക്സ്പോർട്ട് കർബ്സ് വരാറുണ്ട്, ഷോർട്ടേജ് അനുസരിച്ച് കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ ചെയ്യാറുണ്ട്. They would also compare India's trade linkage with world markets through bilateral or multilateral compacts and its approach to tariffs. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ കമ്പയർ ഉറപ്പായിട്ടും മറ്റ് വേൾഡ് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യും. ഉറപ്പായിട്ടും ഇന്ത്യയുടെ ബൈലാറ്ററൽ ഡീലിംഗ്സുമായിട്ടും മൾട്ടിലാറ്ററൽ കോമ്പാക്ട്സുമായിട്ടൊക്കെ ഡീൽ ചെയ്യും. ആൻഡ് അതിൻ്റെ അപ്രോച്ച് ടാരിഫ്സ് എങ്ങനെയാണ്, ടാരിഫ് സിസ്റ്റം അല്ലെങ്കിൽ ടാക്സിനെ ഇന്ത്യ ഡീൽ ചെയ്യുന്നത് എന്നും ഇവർ ചെക്ക് ചെയ്യും. എന്നാലല്ലേ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ. ഓൺ മെറിറ്റ് കോമ്പണൻസ്, ഒരുപാട് കോമ്പണൻസുമായിട്ട് ഇവരെന്ത് ചെയ്യും, ഒരുപാട് ക്രൈറ്റീരിയ കോമ്പണൻസുമായിട്ട് തന്നെ ഒന്ന് എന്താ പറയുക ഒന്ന് ചെയ്ത് നോക്കും, ഇന്ത്യനെ ഒന്ന് തുലനം ചെയ്ത് നോക്കും, കമ്പയർ ചെയ്ത് നോക്കും. ദ നീഡ് ടു ബി ഷിപ്ഡ് ഇൻ, ഇപ്പം എങ്ങനെ ഷിപ്ഡ് ചെയ്യും, എത്ര കോമ്പണൻസ് ഷിപ്പ് ഇൻ ചെയ്യണം എന്നുള്ളത് ബേസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ദ പ്രൈം മിനിസ്റ്റേഴ്സ് അഷുറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ദ നീഡ്സ് ഓഫ് ദ ഗ്ലോബൽ ചിപ്പ് സപ്ലൈ ചെയിൻ നീഡ്സ് ടു ബി മാച്ച്ഡ് ബൈ ആക്ഷൻസ് ടു അസ്വേജ് സച്ച് കൺസേൺസ്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ആവശ്യങ്ങൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അല്ലെ, നീഡ് എന്തൊക്കെ ആവശ്യമുണ്ട്, ഗ്ലോബൽ സപ്ലൈ ചെയിനിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ആര് പ്രൈം മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് ഒരു കാര്യമുണ്ട്, ഇറ്റ് മസ്റ്റ് ബി മാച്ച്ഡ് വിത്ത് ആക്ഷൻസ്. ഇതിനെ നമ്മുടെ ഈ ഗ്ലോബൽ ചിപ്പ് സപ്ലൈ ചെയിനിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ എന്തുമായിട്ട് നമ്മൾ ഇത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മാത്രം പോരാ, അത് ആക്ഷനുമായിട്ട് മുന്നോട്ട് വരണം. അപ്പോഴാണ് നമുക്കിതിനെ ഒന്ന് എന്താ പറയുക മാറ്റി അസ്വേജ് ചെയ്ത് റിലീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. there could still be many a slip between the lip and the chip. അതായത് അത് ഫ്രൂഷൻ വരുന്നവരെ, ഫുൾഫിൽമെന്റ് വരുന്നവരെ എന്ത് സംഭവിക്കാം, അപ്പം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്. അതേസമയത്ത് നമുക്കൊരു വാർണിംഗ് തന്നുകൊണ്ടാണ് ഇത് അവസാനിപ്പിച്ചേക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് എന്തായാലും US ബേസ്ഡ് കമ്പനി, പക്ഷേ ഇന്ത്യയുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും എന്ന്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ഐ ഗസ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ അല്ലേ? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒരു ഇത് വരും കേട്ടോ, എനിക്കൊരു തംസ് അപ്പ് വന്നേക്കാം. ഐ എം ഗോയിങ് ടു ടോപ്പിൾ ഹിസ് പ്ലാൻ. ഓക്കെ. The grave allegations against the spearhead ruined the name of the party. The problem will topple the government. Okay. Every moment waits for a toppling in the gold price. Okay. He was fired from the firm due to a grave mistake from the side. It's a grave situation you should handle very carefully. Okay. The building is toppled owing to its wavy foundation. On എല്ലാ ദിവസവും ഡെയിലി ലൈഫ് ക്ലാസ് ഉണ്ട് ആർക്കെ. സോറി ടു, ഞാൻ വായിക്കുന്നതിൻ്റെ തിരക്കായതുകൊണ്ടാണ് റിപ്ലൈ തരാൻ മാറിപ്പോയത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ ക്വസ്റ്റ്യൻ. ദ കോർട്ട് ഇസ് റൈറ്റ് ഇൻ ഇഷ്യൂയിങ് ഓർഡേഴ്സ് ടു ഏജൻസീസ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ഹോൾഡിംഗ് ദം ടു അക്കൗണ്ട് ടു ദ നോൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഗൈഡ് ലൈൻസ് ഇൻ 2018 ജഡ്ജ്മെന്റ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടുത്തെ എറർ എന്താ, അത് പെട്ടെന്ന് പറഞ്ഞു.
anyone was toppling at any situation but no one rises from it, the one should win. Alla, but say anyone topples at any situation, was toppling alla, anyone topples at any situation but one who rises from it wins എന്ന് കൊടുത്താൽ മതി. അവിടെ that one should win എന്ന് കൊടുക്കണ്ട കേട്ടോ. Price of vegetables toppled. Okay, myriad number of people use ശരി ആണോ? ആണ് myriad number of people correct ആണ്. numerous people എന്ന് പറയില്ലേ, myriad ഒരു noun കൂടി ആയതുകൊണ്ട് myriad number of people is right usage. അത് noun ആയതുകൊണ്ട് കൂടിയാണ്, അതാണല്ലേ ഡിഫറൻസ്. യെസ്, അക്കൗണ്ട് 4 ആണല്ലേ, അക്കൗണ്ട് 2 എന്ന് ഒരിക്കലും പറയാം, അക്കൗണ്ട് 4 എന്നാണ് പറയുക. സംതിങ് അക്കൗണ്ട് ഫോർ സംതിങ് എന്നാണ് പറയുന്നത് എപ്പോഴും. അക്കൗണ്ടിന്റെ കൂടെ എപ്പോഴും കൊടുക്കേണ്ട ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ് 4, മറക്കല്ലേ. അക്കൗണ്ടിന്റെ കൂടെ ഒരിക്കലും 2 കൊടുക്കില്ല. ദിസ് അക്കൗണ്ട് ഫോർ ദാറ്റ് എന്ന് പറയും, ഇത് അതിന് കാരണമായി എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പൊ അക്കൗണ്ടിന്റെ ഫിക്സഡ് പ്രിപ്പോസിഷൻ 4 മറക്കണ്ട. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. എവർ സിൻസ് ദ താലിബാൻ സീസ്ഡ് അഫ്ഗാനിസ്ഥാൻ ഇൻ ഓഗസ്റ്റ് 2021 പാകിസ്ഥാൻ വിറ്റ്നസ് റൈസിംഗ് ടെറർ. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കപ്പെട്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇതിന്റെ ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം, ക്ലാസ് കഴിയുമ്പോൾ കോമന്റ് സെക്ഷൻ തരാം, മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ Adda247 കേരള സെൻട്രൽ എക്സാംസ് എന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ ലിങ്ക് കിട്ടും കേട്ടോ, ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് ഡെയിലി വേർഡ്സും ക്വസ്റ്റസും അതുപോലെ തന്നെ നമ്മുടെ PDFs ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ കിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. മറ്റുള്ളവർക്ക് കോമന്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതുപോലെ നമ്മുടെ ആൻസറും പോസ്റ്റ് ചെയ്യാം. കണ്ടുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഉഷാറായിട്ടിരിക്കുക കേട്ടോ. കാണാം. ബൈ.